എന്റെ സുഹൃത്ത് സിറാജ് ഒന്ന് മേലോട്ട് കയറി വന്നാല് സിറാജ് റെഡി ആയിട്ടുണ്ട്. ഏതായാലും ഞാന് 1 2 3 4 5 6 ഇങ്ങനെ തന്നെ എണ്ണിപ്പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വെച്ച വിഷയം തന്നെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ പറഞ്ഞു വെച്ച് തുടങ്ങിയ വിഷയം തന്നെ എവിടെ ആയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അത് പറയാം. അതിങ്ങനെ എടുത്തു ചാടിയിട്ടൊന്നും പെട്ടെന്ന് ഇതാണ്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞു വെച്ച കുറച്ച് വിഷയങ്ങൾ തന്നെ ഉണ്ട് ഉസ്താദെ, നൂർ ഫൈസി ഉസ്താദ്, അതൊന്ന് ഒരു കോലത്തിലാവട്ടെ എന്ന് മനസ്സിലാക്കുകയാണ്. ഏതായാലും ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷവും ദുഃഖവും സമ്മിശ്രമായി ഉണ്ടായ ഒരു വിശേഷമാണ്. കാരണം ഖുർആനിൽ കാണാം, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടും, നീതി കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ഞാൻ ഇവിടെ നീതികേട് എന്ന് പറയാൻ കാരണം, കേരളത്തില് ഹുബ്ബുർ റസൂൽ പരിപാടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും അതുപോലെ നബി തങ്ങളുടെ മദ്ഹുകളും ഒക്കെ പറഞ്ഞ് ആര് സംഘടിപ്പിച്ചാലും ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കും, അതിനൊന്നും സംശയം വേണ്ട. പക്ഷേ ഇവിടെ ഒരു നീതികേട് കാണിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്താ നീതികേട്? നീതികേട് കാണിച്ചു എന്നുള്ളത് 3 മുടികൾ കൊടുത്ത ജാലിയവാല ക്ലീനായി ഔട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അഹമ്മദ് ഖസ്റജിയെ കാണുമ്പോൾ തക്ബീർ ചെല്ലുന്നതിൽ യാതൊരു വിഷമവുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, 3 തിരുശേഷിപ്പുകൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുകേശങ്ങൾ കൈമാറിയ ജാലിയവാല എവിടെ? നിങ്ങൾ ആരും ചിന്തിച്ചോ? നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ചിന്തിച്ചിരുന്നോ സുഹൃത്തുക്കളെ? എപിക്കാരൊക്കെ മറന്നു, AP ഗ്രൂപ്പിലുള്ള ആളുകൾ മുഴുവൻ ആ സാധുവിനെ മറന്നു. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരനായി അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്ത ആ സന്തോഷത്തിൽ 18 മുടികൾ തന്ന് എന്നെ ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. 18 മുടികൾ തന്ന് അദ്ദേഹം എന്നെ ആദരിച്ച ആ സന്തോഷത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എനിക്ക് വിളിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ജാലിയവാലയെ വിളിച്ചപ്പോൾ അദ്ദേഹം നിദ്രയിലാണ്. ഞാൻ ഉച്ചക്ക് 12-12:30 വിളിച്ചത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ജോലി സമയം ഉച്ചക്കും രാവിലെയൊക്കെയാണ്. പക്ഷേ അദ്ദേഹം, നമ്മുടെ ബഹുമാന്യനായ നൗഷാദ് അഹ്സനി പണ്ട് പറഞ്ഞതുപോലെ, രാത്രി സമയങ്ങളിൽ അദ്ദേഹം ഉറങ്ങാത്തത് കൊണ്ട് തന്നെ രാത്രി സമയം 30 വർഷം അദ്ദേഹം ഉറങ്ങിയില്ല എന്ന് നൗഷാദ് അഹ്സനി പറഞ്ഞിരുന്നു. അത് വളരെ സത്യമാണ്. കാരണം 30 വർഷം അദ്ദേഹം ഈ രാത്രി കച്ചവടത്തിലായിരുന്നു. ഈ ആക്രി കച്ചവടം 30 കൊല്ലം നടത്തിയോണ്ട് അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അഹ്സനെ ഞാൻ കുറ്റം പറയില്ല. ഞാൻ പൊന്മള ഉസ്താദിനോട് ആ സമയത്ത് പറഞ്ഞിരുന്നു, അഹ്സനിയെ ഒരിക്കലും ആ വിഷയത്തിൽ കുറ്റം പറയാൻ പറ്റൂല. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊന്ന് അടുക്കും ചിട്ടയാക്കിയിട്ട് വേഗം പറഞ്ഞു പോവാം. കാരണം ഞാൻ വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയാണ് എടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അവരെന്നോട് പറഞ്ഞു, ഉറങ്ങുകയാണെന്നോ, സോത്താഹേന്നോ. അപ്പൊ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രിയപുത്രനും ഇവിടെ കേരളത്തിൽ ആക്കോട് വെച്ചിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് റോങ് പരിപാടി എന്ന് പറഞ്ഞ ആ മുടികൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി ബോംബെയിൽ നിന്ന് വന്ന ഈ ഇമ്രാൻ ജാലിയവാല, ആ ഇമ്രാൻ ജാലിയവാലെ ഞാൻ വിളിച്ചു ചോദിച്ചു, അല്ല ഇമ്രാൻ സാബ്, കേരളത്തിൽ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചു, കേരളത്തിൽ എന്ത് പരിപാടിയാണ് നടക്കുന്നതെന്ന്. അയ്യോ പാവം, നിങ്ങൾ മനസ്സിലാക്കണം, 3 മുടികൾ കൊടുത്ത് ആദരിച്ചു എന്ന് പറയുന്ന ജാലിയവാലി ഏറ്റവും ചുരുങ്ങിയത് ഞാനും എന്റെ സുഹൃത്ത് അസീസ് പി ഷാഹിദൊക്കെ കരുതിയത് ഒരു ഫാത്തിഹ എങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഓദിപ്പിക്കുന്നായിരുന്നു. ഇലാ ഹളർത്തി റൂഹ് നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്നൊരു ഫാത്തിഹ എങ്കിലും അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിക്കും എന്ന് ഞാനും എന്റെ സുഹൃത്തായ അസീസ് പി ഷാഹിദൊക്കെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഫാത്തിഹ ഓതാൻ വേണ്ടി വിളിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പരിപാടിക്ക് തന്നെ ഇവർ കൊണ്ടുവന്നില്ല എന്നുള്ളത് വളരെ അധികം വിഷമത്തോടുകൂടി കാണുകയാണ്. കാരണം
ഈ ഒരു വേർതിരിവ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ഒരു മുടി കൊടുത്ത അഹമ്മദ് ഹസ്രജിയെ നിങ്ങൾ തക്ബീർ ചൊല്ലി സ്വീകരിച്ചു. ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു, കേരളത്തിലുള്ള ഓരോ കുട്ടിക്കും അദ്ദേഹത്തെ കണ്ടാ മനസ്സിലാകുന്ന വിധത്തിൽ കേരളത്തിന്റെ പുത്രനായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു മുടി കൊടുത്ത ഈ അഹമ്മദ് ഹസ്രജി ഇത്രമാത്രം പ്രാധാന്യം നിങ്ങൾ കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് 3 മുടി കൊടുത്ത? ഇത് ഞാൻ സംസാരിക്കുന്നത് അതെന്നോട് ആദ്യം പറയാൻ വിട്ടു കേട്ടോ. ഞാനിത് ആരോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാല് എന്റെ മാന്യനായ ന്യൂസിലാൻഡിലുള്ള സുഹൃത്തായിരുന്ന സ്വാലി സഖാഫി പറഞ്ഞ കഴുതകൾ അല്ലാത്ത ആളുകളോടെ ഞാൻ സംസാരിക്കുന്നു. കഴുതകൾ എന്ന് സാലിഹ് സഖാഫി പറഞ്ഞ ആ കഴുതകൾ അല്ലാത്ത ആളുകളോടെ ഞാൻ പറയുന്നുള്ളൂ. അത്തരം ആളുകൾക്ക്, ഈ പറയുന്ന ആളുകൾക്ക് ഇതെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങൾ കല്ലായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ചെവിയും കാതും ഒക്കെ സീൽ വെച്ച ഒരു അവസ്ഥയിലുള്ള ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ വേഗം വിഷയത്തിലേക്ക് പോകാം. ഞാൻ ഇമ്രാൻ ജാലിയവാലയെ വിളിച്ച് ഞാൻ പരിപാടിയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടിയെ ഞാൻ അറിയില്ലാമോ. അദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പച്ച നുണയോട് തട്ടിവിട്ടു. പിതാവ് ഗുജറാത്തിലാണുള്ളത്, ഗാവ്നെ എന്ന് പറഞ്ഞു. കാരണം തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്ത്രീ എടുത്തപ്പോ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു അവിടെ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് വേറെന്തെങ്കിലും വിഷയമായിരിക്കും ഞാൻ നോക്കുന്നില്ല. കാരണം അവരുടെ ഫാമിലി മാറ്റർ, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എനിവേ, ഏതായാലും പറഞ്ഞു വന്ന വിഷയം, ഈ ഇമ്രാനോട് ഞാൻ ചോദിച്ചു, അല്ല ഇമ്രാൻ സാബ്, അപ്പൊ നിങ്ങളെ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇമ്രാൻ ജാലിയവാലയുടെ അതിദയനീയമായ ഒരു ശബ്ദമാണ്. അതിദയനീയമായ ശബ്ദം എന്ന് മാത്രമല്ല, ഈ പരിപാടിക്ക് വിളിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു കോണ്ടാക്റ്റും ഇവരിപ്പോ വെച്ച് പുലർത്താറില്ല. ഈ കേരളത്തിലുള്ള കാന്തപുരം വിഭാഗം ഈ ജാലിയവാലയുമായി ഒരു ബന്ധവും ഇപ്പോൾ വെച്ച് പുലർത്താറില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അതിന്റെ പുറമെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ സനദിൽ പറഞ്ഞ അബ്ദുൽ ഖാദർ ജീലാനി നിങ്ങൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകനായ ആ തങ്ങൾ മോനോട് നിങ്ങളുടെ ഉപ്പാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ സുഹൃത്തുക്കൾ ചിന്തിക്കണം. ആ കുട്ടി പറയില്ലേ, എന്താ പറയാ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് എന്റെ ഉപ്പാപ്പാന്റെ പേര് എന്ന് പറയില്ലേ? എല്ലാ സുഹൃത്തുക്കളെ, ആ തങ്ങള്, ആ മുനവ്വർ അലി തങ്ങളുടെ ആ കുഞ്ഞുമോൻ, ആ കുഞ്ഞു തങ്ങൾ കുട്ടി പറയില്ലേ? അങ്ങനെ പറയില്ലേ? എന്നാൽ ഞാൻ ഈ ഇമ്രാനോട് ചോദിക്കുന്നു, അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന ആളെ അറിയാവോ? ആരാണ് അബ്ദുൽ ഖാദർ ജീലാനി? മുഹമ്മദ് രാമന്തല്ലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ജാലിയവാലയുടെ ഉപ്പാപ്പ. 70 വയസ്സുള്ള ജാലിയവാലയുടെ ഉപ്പാപ്പയായ 27 വയസ്സുള്ള ഈ അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി ഞാൻ ചോദിച്ചു. ആരോട്? ഈ പറയുന്ന ഇമ്രാൻ ജാലിയവാലയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒരാളെ തന്നെ എനിക്കറിയില്ല. ഓ അമ്മ മാറി നെയ്യെന്നു. പിന്നെ ഞാൻ ചോദിച്ചു, ജാലിയവാലയോട് പണ്ട് ചോദിച്ച അതേ ചോദ്യം, നിങ്ങൾ ഷെയ്ഖ് അബൂബക്കറിന് നിങ്ങൾ സനത് കൊടുത്തിനോ എന്ന് ചോദിച്ചപ്പോ ഇയാളെ പറയുന്നു, ഒരു കുന്തവും കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് സുഹൃത്ത് സിറാജ് എന്ന് ഇട്ട് കേൾപ്പിച്ചോളൂ. വളരെ വ്യക്തമായി അദ്ദേഹം കോഴിക്കോട് പരിപാടിക്ക് ക്ഷണിച്ചില്ല. ഞാനിത് പറയാൻ കാരണം, നാളെ ഒരു പക്ഷേ ആളുകൾ പറയും ജാലിയവാലയെ വിളിച്ചിരുന്നു, അദ്ദേഹം അമേരിക്കയിൽ വേറെ പരിപാടിയിലായതുകൊണ്ട് ചിലപ്പം വരാൻ പറ്റാതിരുന്ന എന്നുള്ള പച്ച നുണ തട്ടിവിടും. അതുകൊണ്ട് അത്തരം നുണ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജാലിയവാല അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ അദ്ദേഹത്തിന്റെ മകനെങ്കിലും ജനുവരി 30 2012 നടന്ന തറക്കല്ലിടൽ പരിപാടിക്ക് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുവന്നിട്ട് ഒരു ചപ്പടാച്ചി നാടകം കളിച്ചിരുന്നു. ആ നാടകത്തിന് പോലും ഇപ്രാവശ്യം അവസരം കൊടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉള്ളറിഞ്ഞുള്ള വിശ്വാസം ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ 3 മുടികൾ, 3 തിരുശേഷിപ്പുകൾ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞ തിരുശേഷിപ്പുകൾ ആത്മാർത്ഥമായിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ വിനയപൂർവ്വം ചിന്തിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, ഇവരെന്തുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലിയെ പങ്കെടുപ്പിച്ചില്ല?
ഇപ്പൊ ഇതിന്റെ മറുപടി എന്താണോ? ഞാളിഷ്ടം, അത് ഞങ്ങളിഷ്ടം. ആയിക്കോട്ടെ, നിങ്ങളും കുട്ടികളും എന്തും ആയിക്കോ. ഇത് ചിന്തിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ ചിന്തിക്കാം. കാരണം 3 മുടി കൊടുത്ത ജാലിയൻവാലയായിട്ട് ഇപ്പൊ ഇവർക്ക് ഒരു ബന്ധവുമില്ല. 1 മുടി കൊടുത്ത അഹമ്മദ് ഖസർജി ആണെങ്കിൽ ഹീറോ. ഞാനിപ്പോ പറയുന്നു, കാരണം ഈ പറയുന്ന അഹമ്മദ് ഖസർജി കാന്തപുരത്തിന്റെ ഷെയ്ഖും മുറബിയായ ഷെയ്ഖും വലിയും അതുപോലെ തന്നെ സയ്യിദും ആണെന്ന് ഒരാളും പ്രസംഗിച്ചിട്ടില്ല. അതേ സമയത്ത് ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയൻവാല സയ്യിദാണ്, കുത്തുബാണ്, മുറബിയായ ഷെയ്ഖാണ്, കാന്തപുര ഉസ്താദിന്റെ മുറബിയായ ഉസ്താദാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ വ്യക്തമായി ഇത്രയും വലിയ മഹാനായി നിങ്ങൾ പരിചയപ്പെടുത്തിയ ജാലിയൻവാല ഇപ്പോൾ എവിടെ പോയി എന്നാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഇമ്രാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് സുഹൃത്ത് സിറാജ് ഒന്നിപ്പോ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതാദ്യം കഴിയട്ടെ. अच्छा, वो कल केरला में शेख अबूबकर के प्रोग्राम है, आप जा रहे हो उधर कल? क्या बोला? बोलो नहीं। अच्छा, वो कल केरला में शेख अबूबकर के प्रोग्राम है, आप जा रहे हो उधर कल? क्या बोला? बोलो नहीं। वो बाबा साहब को बुलाया वो प्रोग्राम के लिए। कौन? वो बाबा इकबाल बाबा साहब को बुलाया केरला में वो कल का प्रोग्राम के लिए। उनकी तबीयत ठीक नहीं, गाँव में। क्या बोला? नहीं सुना। तबीयत ठीक नहीं, गाँव में है। अच्छा, बाबा साहब अभी गुजरात में, बॉम्बे में नहीं है? अच्छा, आपको बुलाया प्रोग्राम के लिए? नहीं, बोलो नहीं। कभी प्रोग्राम है? कल प्रोग्राम है। किस चीज का? वो हुब्बुर रसूल का बारे में एक स्पीच है। वो शेख अबूबकर का स्पीच है। वो बहुत लोग आएगा वो प्रोग्राम के लिए। मैं सोचा वो अबूधाबी से डॉक्टर है ना अहमद, वो डॉक्टर को बुलाया, फिर आपको क्यों नहीं बुलाया? हमें कुछ कांटेक्ट नहीं है अभी। अच्छा, वो लोग कोई आपको कांटेक्ट नहीं कर रहा अभी? नहीं। ये क्या बात है? आप बाल डॉक्टर अहमद को दे दिया, फिर उनके लेके जाते, उनके लिए बहुत प्रोग्राम अरेंज कर रहे, सब कर रहे, फिर आपको क्यों ऐसा नहीं बुलाते? मालूम नहीं है। इमरान साहब, अब्दुल कादिर जिलानी, ये क्या बात है? आप बाल डॉक्टर अहमद को दे दिया, फिर उनके लेके जाते, उनके लिए बहुत प्रोग्राम अरेंज कर रहे, सब कर रहे, फिर आपको क्यों ऐसा नहीं बुलाते? मालूम नहीं है। इमरान साहब, अब्दुल कादिर जिलानी है ना? वो अब्दुल कादिर जिलानी कौन है? कौन? अब्दुल कादिर जिलानी आपको कौन है? वो भी मालूम नहीं है, क्या बात कर रहा हूँ। नहीं, एक ही बात है। नहीं, वो इमरान साहब यही बात है। आप शेख अबूबकर को एक सनद में वो बोला, यही है ना अब्दुल कादिर जिलानी, वो बाबा साहब को बाल दे दिया। वो अबूबकर, हेलो मेरी बात सुनो। हेलो मेरी बात सुनो। अबूबकर को हमने कुछ दिया नहीं। കേട്ടില്ലേ? സനദിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് മൂപ്പർക്ക് ഹാല് മറി. അബൂബക്കർക്കു ഹം കുച്ച് ദിയാ നെയ്യേ എന്ന് പറഞ്ഞ് ഫോൺ കട്ടി. അപ്പൊ സനദിൽ പറഞ്ഞ ഈ അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി ചോദിച്ചപ്പോ അത് ജാലിയൻവാലക്ക് അറിയില്ല അബ്ദുൽ ഖാദർ ജീലാനി ആരാണെന്ന്, ഇമ്രാൻ ജാലിയൻവാലക്കും അറിയില്ല ഈ അബ്ദുൽ ഖാദർ ജീലാനി ആരാണ്. സുഹൃത്തുക്കളെ ചിന്തിക്കണം. അപ്പോ
ഇവരുടെ ഈ വേർതിരിവ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ടാണ് ഈ ഷാർ മുബാറക്ക് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് വിശേഷം? നല്ല വെള്ള തൂവുള്ള വസ്ത്രവും അതുപോലെ തന്നെ നല്ല പട്ടിന്റെ വസ്ത്രമൊക്കെ ധരിച്ചു വരുന്നത് കൊണ്ടാണോ ഹസ്രജിക്കുള്ള പ്രാധാന്യം? കാരണം ഒരു ഷാർ മുബാറക്ക് കിട്ടിയാൽ തന്നെ അത് സഹാബത്തുൽ കിറാമിന്റെ വിശ്വാസം ഈ ലോകവും ലോകത്തിലുള്ളത് മുഴുവൻ നേടുന്നതിനേക്കാൾ ഖൈറാണ് എന്നാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അപ്പൊ 3 ഷാറുകൾ 3 മുടികൾ നിങ്ങൾക്ക് കൈമാറി. ഈ 3 മുടികൾ കൈമാറിയ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലെ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ബോൾ തട്ടിക്കളിക്കുന്നത് പോലെ കളിക്കുന്നു എന്നതാണ് മാന്യമായ സംശയം. ഇതാരോട് പറയാനാ? ഇത് കഥയിൽ ചോദ്യമില്ല കേട്ടോ, കഥയിൽ ചോദ്യമില്ല. ഇവര് പറയുന്ന കേട്ടോളെ. കാരണം നിങ്ങൾ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു ഒരു കോണ്ടാക്റ്റും ഇപ്പോഴില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത വിഷയം ശ്രദ്ധിച്ചു കേൾക്കണം സുഹൃത്തുക്കൾ, ഓരോന്നായിട്ട് വേഗം പോവാം. കാരണം ഇത് പലപ്പോഴും പല പണ്ഡിതന്മാരും പല ആളുകളും സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി എന്ന് പറയാറുണ്ട്. ഞാൻ പരമാവധി എന്റെ ഭാഷ കൊണ്ട് ഞാൻ പറയാണ്, പരമാവധി ഞാൻ അങ്ങനെ പറയാ വല്ലപ്പോഴും വായിൽ വന്നു പോയോ ഇല്ലയോന്ന് അറിയില്ല, അല്ലാഹു അലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചേർത്ത് പറയുന്ന വിഷയം അത് റസൂലുള്ളാഹിയുടെ ഷഅർ മുബാറക്ക് അല്ലെങ്കിൽ തിരുകേശം എന്നേ ഞാൻ പറയാറുള്ളൂ. ഇനി ഏതെങ്കിലും സമയത്ത് സബ്കുൽ ലിസാനിൽ പെട്ട് പറഞ്ഞുപോയോ ഇല്ലെന്നറിയില്ല. എന്നാൽ ഞാൻ ഇപ്പൊ കേൾപ്പിക്കാൻ പോകുന്നത് നാദാപുരത്ത് മുജാഹിദിന്റെ ഒരു പുരോഹിതനായ ഞാൻ പ്രസംഗിക്കണമെങ്കിൽ 3500 ദിർഹംസ് കിട്ടിയാലേ ഞാൻ പ്രസംഗിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ആളുകളെ കുറെ കാലം പറ്റിച്ചൊരു മൗലവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം, ഹുസൈൻ മൗലവി, ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഈ മൗലവി. ഹുസൈൻ സലഫി ഒരു പ്രസംഗത്തിൽ ഏകദേശം 25ഓളം സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ പേര് പറഞ്ഞ സ്ഥലത്തൊന്നും സ്വലാത്തു ചൊല്ലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പേരോട് ഉസ്താദ് പണ്ടൊരു ക്ലിപ്പ് നാദാപുരത്ത് ഇട്ടിരുന്നു. നിങ്ങൾ കേട്ട ആളുകൾ ഉണ്ടാവില്ലേ? കേട്ട ആളുകളില്ലേ? എന്നാൽ ഞാൻ പറയാൻ പോകുന്നു, ഈ കാപട്യങ്ങൾ ആർക്ക് ഹുസൈൻ സലഫിന്റെ വിഷയം, അത് ഹുസൈൻ സലഫിന്റെ കഴിഞ്ഞു. അയാള് മുജാഹിദീങ്ങൾ പറഞ്ഞാല് സ്വലാത്തിന്റെ വിരോധികളാണെന്ന് എല്ലാവർക്കും അറിയാം, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോ നമ്മളെ വിഷയം അതുപോലെ ഞാനിപ്പോ കേൾപ്പിക്കാൻ പോകുന്നത് വളരെ വിനയപൂർവ്വം തന്നെ പറയാം. ഞാൻ പേരോട് ഉസ്താദിന്റെ പല പ്രസംഗങ്ങളും കേട്ടുവെക്കുന്ന സമയത്ത് ജാലിയവാലിയുടെ മുടികളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് പ്രത്യേകം ഒരു വാശി എന്നോണം അദ്ദേഹം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷാർ മുബാറക്ക് തന്നെ, തിരുകേശം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായ വയവും പ്രസംഗമൊക്കെ നടത്താറുണ്ട്. നിങ്ങൾ ഈ ക്ലിപ്പ് ഇതുവരെ കേട്ടോ ഇല്ലയെന്നറിയില്ല. ഞാനിത് ആരെങ്കിലും ഇത് മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ചോ ഇല്ലയെന്നറിയില്ല. ഏതായാലും പ്ലേ ചെയ്യിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടോളൂ. സാക്ഷാൽ ഇതിനിപ്പോ ഞാൻ ക്ലിപ്പ് വെട്ടി മാറ്റിയെന്നൊന്നും പറയണ്ട. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാകുന്ന എന്റെ ഉസ്താദ് ലോകത്ത് തർക്കമില്ലാത്ത ഒരു ഷാർ മുബാറക്ക്. ഏതാണ് ഷാർ മുബാറക്ക്? ശരിക്കും ശ്രദ്ധിക്കണേ. ലോകത്ത് തർക്കമില്ലാത്ത എല്ലാ സുന്നികളും എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഷഅർ മുബാറക്കാകുന്ന വെല്ലൂരിലെ ഷഅർ മുബാറക്ക്. ആ വെല്ലൂരിലെ ഷഅർ മുബാറക്കിനെ പറ്റി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്ന സമയത്ത് പറയുന്ന മുടി നിങ്ങൾ കേൾക്കണം. വെല്ലൂരിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് മൂപ്പര് പറയുന്ന മുടി ഒരു വട്ടമല്ല, മൂപ്പര് 7 വട്ടം അദ്ദേഹം വെല്ലൂരിലെ ഒരു പണ്ഡിതനുമായി സംസാരിക്കുന്ന ഫോൺ ക്ലിപ്പ് അദ്ദേഹം ഇട്ടിരുന്നു. നിങ്ങൾ കേട്ടോന്നറിയില്ല. അദ്ദേഹം ഇതിനു മുമ്പ് നടന്ന പ്രസംഗത്തിൽ പൂനൂര് പ്രസംഗത്തിൽ വെച്ചിട്ട് വെല്ലൂര് ബാക്കിയാത്തിലുള്ള ഒരു മഹാപണ്ഡിതൻ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അദ്ദേഹം ഒരു സാധാരണക്കാരനോടാണ് അദ്ദേഹം ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ന്യായീകരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനിപ്പം ഒരു മഹാപണ്ഡിതനെ വിളിച്ചു. ആ മഹാപണ്ഡിതനുമായി സംസാരിക്കുന്ന സമയത്ത് ഈ സാക്ഷാൽ എന്റെ ഉസ്താദാകുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറയുന്നത് 2.5 മിനിറ്റുള്ള ഫോൺ സംസാരത്തിൽ അദ്ദേഹം പറയുന്നു 7 സ്ഥലത്ത്, നിങ്ങൾ എണ്ണിക്കോ, ഓരോന്ന് എണ്ണിക്കോ, അദ്ദേഹത്തിന്റെ ഫോൺ സിറാജ് ഒന്ന് ഇട്ടോളൂ,
ഓരോ സ്ഥലത്ത് അദ്ദേഹം പറയുന്നു മുടി 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 7ഓളം സ്ഥലത്ത് അദ്ദേഹം മുടി എന്നാണ് പ്രയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, തർക്കമില്ലാത്ത ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് മുടിയെന്നും ഒരു മനുഷ്യനും അംഗീകരിക്കാതെ ഈ തട്ടിപ്പുകാരൻ ആട്ടിക്കച്ചവടക്കാരനായ ഈ ജാലിയവാല കൊണ്ടുവന്ന സാധനം അത് വിജയിപ്പിക്കാൻ വേണ്ടി ഷഅർ മുബാറക്ക് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്ന് സൂചിപ്പിക്കുന്നു. സിറാജ് ആ ഫോൺ ക്ലിപ്പ് 2.5 മിനിറ്റ് എല്ലാവരും ഒന്ന് എണ്ണിക്കോളെ, വ്യക്തമായി എണ്ണിക്കോ. അദ്ദേഹം പേരോട് ഉസ്താദ് പറയുന്ന ഭാഗം ഞാൻ ഒരാളെയും ഇവരുടെ ഈ നാട്യങ്ങളും ഈ കാപട്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതേ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ഒരാളെയും ഈ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ വേറൊരു നിലക്കോ മോശപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവരുടെ ഉള്ളിൽ തന്നെ ഇതിന് വിശ്വാസമില്ല. പക്ഷെ ഈ മർക്കസിലുള്ള മുടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസംഗത്തിൽ 1000 വട്ടം ഷഅർ മുബാറക്ക് എന്ന് പറയുകയും അതേ സമയത്ത് യഥാർത്ഥ ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് മുടി എന്ന് പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാപട്യം അത് ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾപ്പിക്കുന്നത്. ഇത് അദ്ദേഹം തന്നെ സംസാരിക്കുന്ന, അദ്ദേഹം തന്നെ ക്ലിപ്പാണ്, ഞാനല്ല കേട്ടോ. അദ്ദേഹം തന്നെ വെല്ലൂർ ബാക്കിയാത്തിലുള്ള ഒരു മഹാപണ്ഡിതനെ വിളിച്ചപ്പോ അദ്ദേഹം തന്നെ സംസാരിച്ച് ക്ലിപ്പ് സമ്മതത്തോടുകൂടി ക്ലിപ്പാക്കി എന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ, സമ്മതമായാലും സമ്മതമില്ലെങ്കിലും ഏതായാലും നിങ്ങൾ എണ്ണിക്കോ മുടി എത്ര വട്ടം അദ്ദേഹം പറയുന്നു നിങ്ങളൊന്ന് കേൾക്ക്. സിറാജ് ഒന്ന് ആ ഭാഗം മുടി ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ, എണ്ണിക്കല്ലായിരുന്നു. അദ്ദേഹം സുഹൃത്ത് സിറാജ് DC ആയതാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അദ്ദേഹം ഇപ്പം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ ക്ലിപ്പ് വേറെ ആരെ കയ്യിലും കൈമാറിയിട്ടില്ല. ഏതായാലും അദ്ദേഹം പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള വിഷയങ്ങൾ സിറാജ് ഒന്ന് നോക്കണേ. അമീർ ഭായി ഒന്നോ വന്നോ? ഏതായാലും മാന്യ സഹോദരന്മാരോട് പറയുന്നത്, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ഒരു ഷഅർ മുബാറക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്, അതിലൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ ഷഅർ മുബാറക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുസുഇൽപ്പെട്ട ഷഅർ മുബാറക്ക് തിരുകേശം, ആ തിരുകേശത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്ത് ഒരു തർക്കമില്ല, അതാർക്കും തർക്കമില്ല. സുഹീൽ ബുഖാരിയിൽ തന്നെ കാദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് തിക്കും തിരക്കും സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഫയതമസ്സഹൂന ബിഹി ഫയതമസ്സഹൂന ബിഹി യഖുദു മിൻ ബലലി അഖീഹി. അതായത് സഹാബികള് അങ്ങനെ നബി തങ്ങളുടെ ആ വുളൂവിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം തൊട്ട് പുരട്ടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ട് പുരട്ടാൻ കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യും? തൊട്ട് പുരട്ടുന്ന ആ സഹോദരന്മാരുടെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറാത്തിലൂടെ, ഷഅർ മുബാറക്കിലൂടെ ഒഴുകി വരുന്ന ആ പുണ്യജലത്തിന്റെ ബറക്കത്ത് അവർ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് മഹാനായ ഇമാം ബുഖാരി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കിതാബായ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ്. അപ്പൊ പറഞ്ഞു വന്ന വിഷയം സിറാജ് അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തോളൂ. ആ വിഷയം എല്ലാവരും ഒന്ന് എണ്ണിക്കോളൂ. എത്ര വട്ടം അതിൽ മുടി എന്ന് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കേട്ടോളൂ. സിറാജ് മൈക്കിലേക്ക്.
ഏതായാലും എന്താ പ്രശ്നം എന്നറിയില്ല, കേൾക്കുന്നില്ല, അദ്ദേഹത്തിന് മൈക്ക് എടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ മൈക്ക് എന്തോ അല്ലാഹുഅലം. ഏതായാലും പെട്ടെന്ന് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ മാന്യ സഹോദരന്മാരോട് പറയാനുള്ളത്, അപ്പൊ ഈ ഒരു നിലവാരത്തിൽ നമുക്കിവിടെ ആരോടും തർക്കിക്കാനോ അല്ലെങ്കിൽ വാശി പിടിക്കാനോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി അതിനൊരു മാനദണ്ഡം, ആ മാനദണ്ഡം ഇന്ന് ബഹുമാന്യനായ സിറാജ് ഓക്കെയാണോ? നിങ്ങൾ ഓക്കെയാണോ സിറാജ്? സിറാജ് ഓക്കെയാ? എന്നാ ഒന്ന് മൈക്കെടുത്ത് ആണെന്ന് കേൾപ്പിച്ചു. എല്ലാവരും ഒന്ന് എണ്ണണേ, എത്ര വട്ടം പറയുന്നുണ്ടെന്നൊന്ന് എല്ലാവരും ഒന്ന് എണ്ണിക്കെട്ടുള്ളൂ. അവിടുത്തെ വേലൂർ ബാഖിയാത്ത് പള്ളിയുടെ പ്രസിഡന്റും ബാഖിയാത്തിന്റെ പ്രസിഡന്റും അവരൊക്കെ ഒന്ന് തന്നെ. അവര് മുഖേന തങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വേലൂർ ബാഖിയാത്തിൽ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് തങ്ങളെ ടെലിഫോൺ നമ്പർ അടക്കം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അത് മദ്രാസിലാണിപ്പോ അത് സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഇർഫാൻ ഹുസൈൻ എന്നാ പേര്. സയ്യിദ് ഇർഫാൻ ഹുസൈൻ. ഇർഫാൻ ഹുസൈൻ. അപ്പൊ അത് ലത്തീഫിയം സൂക്ഷിക്കുന്ന മുടി മറ്റൊന്നല്ലേ? വേറെ മുടിയല്ലേ? അത് വേറെ മുടിയാണ്. അപ്പൊ ലത്തീഫിയെന്ന് കൊണ്ടുവരുന്നതല്ല ഇവിടെ വെള്ളം കൊടുക്കുന്നത്. അല്ല, ലക്ഷ്മി കൊണ്ടൊന്നല്ല. ഇവിടെ വാസ്തവത്തിൽ മുടി ഒറ്റയും സൂക്ഷിച്ചിട്ടില്ല. ഇല്ല, വാക്യാത്ത് അറബി കോളേജിൽ ഇല്ല. വാക്യാത്ത് കമ്മിറ്റി നടത്തിയായിരുന്നു. കമ്മിറ്റിയുടെ കൈവശം. കമ്മിറ്റിയുടെ കൈവശമുള്ളതായി പള്ളി കമ്മിറ്റിയും വാക്യാത്തിന്റെ കമ്മിറ്റി രണ്ട് കമ്മിറ്റിയാണ്. പള്ളി കമ്മിറ്റിന്റെ കയ്യിലല്ലത്. അതെ, പള്ളി കമ്മിറ്റി പ്രസിഡന്റും വാക്യാത്ത് കോളേജിന്റെ പ്രസിഡന്റ് ഒന്നാണ്. പ്രസിഡന്റുമാരൊന്നാണ്. അപ്പൊ അവരുടെ നിയന്ത്രണമാണ് ഈ കാര്യം വരിക. പ്രസിഡന്റിന്റെ പള്ളി കമ്മിറ്റിന്റെ നിയന്ത്രണത്തിലാണ് കാണിക്കാറുള്ളത്. അതെ, ഈ തങ്ങളെ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതെ, ഈ ഇർഫാൻ ഹുസൈൻ അല്ലേ? അതെ അതെ, ഓരോ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കുന്നത്. മറ്റേത് ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. അവിടുത്തെ അതും ഒരു തങ്ങളാണ് അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യത്തിൽ സംസാരിച്ചു. വാക്യാത്ത് രണ്ടും ഒന്നാണെന്ന് വെച്ചപ്പോൾ വാക്യാത്ത് ലത്തീഫാണ് അദ്ദേഹം പറഞ്ഞത്. ലത്തീഫിയിലെ വേറെയാണ്, ബാക്കിയാത്തിൽ വേറെയാണ്. ബാക്കിയാത്തിൽ കൊടുക്കേണ്ട വേറെയാണ്. അതെ. അല്ല, ഇവിടെ ഒരാൾ പ്രസംഗിച്ചു ലത്തീഫി എന്ന് മുടി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊടുക്കാറ്. ബാക്കിയാത്തിൽ മുടി ഉണ്ട്, പക്ഷേ അതിന് ചെലവില്ലാത്തത് കൊണ്ട് കൊടുക്കലില്ല. അതൊന്നും വിവരക്കുറവാണ് എന്റെ അഭിപ്രായത്തിൽ. ഞാൻ പറയട്ടെ, ലത്തീഫിയിൽ കൊണ്ടുവന്ന വെള്ളമാണ്. എനിക്ക് പറഞ്ഞോ 2.5 മിനിറ്റിനുള്ളിലാണ് 8 മുടി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആ സിഡിയില് നാദാപുരത്ത് കുറ്റ്യാടി സത്യദിന പ്രഭാഷണം എന്ന് ഞാൻ പറഞ്ഞു. സുബ്ഹാനം ജല്ല ജലാലുഹു. അതിന് മറുപടി പറഞ്ഞ നിങ്ങൾ ആരെ കേട്ടെ? സത്യം പറഞ്ഞ സഹതാപം തോന്നിപ്പോയി. അതിന് പറഞ്ഞ മറുപടി കണ്ടില്ലേ, കളവ് പറഞ്ഞില്ലേ, നാദാപുരത്ത് അല്ലേ സത്യദിനം നടക്കാറുള്ളത്, കുറ്റ്യാടി അല്ലല്ലോ എന്നാണ്. കുറ്റ്യാടി സത്യദിന പ്രഭാഷണം നടത്താറില്ല, നാദാപുരത്താണ് നടത്താറുണ്ട്. എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കുക. ഇങ്ങനെ എണ്ണിപ്പിടിക്കാൻ വേണ്ടി പഠിപ്പിച്ചെന്ന ഉസ്താദിനല്ലേ? ആയിക്കോട്ടെ. എന്നാല് ഇതിനൊക്കെ അതേ സമയത്ത് മർക്കസിലുകൾ കേട്ടോ, മർക്കസിലുള്ളതിനെ പറ്റി പറയുന്ന സമയത്ത് ഷാർ മുബാറക്ക്, ജാലിയാവാല കൊടുത്ത ഷാർ മുബാറക്ക്
ബോംബെയിൽ നിന്ന് കിട്ടിയ ഷെയർ മുബാറക്ക് ഈ ഒരു നാട്യം, ഈ ഒരു കാപട്യം അതാർക്ക് വേണ്ടിയിട്ടാണ്? ഇത് അല്ലാഹു നിങ്ങളുടെ വായിലൂടെ പറയിപ്പിച്ചല്ലേ. ഇത് ജിഷാൻ ക്ലിപ്പാക്കിയില്ലല്ലോ. ഇത് ജിഷാൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ ക്ലിപ്പാക്കിയെന്നല്ലല്ലോ. ഇത് നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങൾ പുറത്തിറക്കിയ CD-യിലുള്ള വിഷയമാണ്. നിങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കിയ CD-യിലുള്ള വിഷയമാണ്. 2.5 ഇഞ്ചിനുള്ളിൽ 8 മുടികൾ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഇവിടെ പല ആളുകളും ചില സാധു മനുഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ ഇറങ്ങുന്നില്ല. യമനിലില്ലേ, മറ്റേ കാശ്മീരിലില്ലേ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞ് നൈജീരിയയിലില്ലേ, സുഡാനില്ലേ, സഹോദര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് ഉണ്ട് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാല് അത് വാളെടുത്ത് പോയി വെട്ടേണ്ട ഒരാവശ്യമില്ല. ഉണ്ടോ? നമ്മൾ വിഷയം ശരിക്ക് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇവിടെ നടന്ന എന്താണ്? ഇവിടെ നടന്ന വിഷയം എന്താണ്? ഒരൊറ്റ കാരണം പറയാം. വിഷയങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു വാദം പിന്നെ സുന്നികൾക്കുണ്ടോ? സ്ത്രീകൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു വാദം സുന്നികൾക്കുണ്ടോ? ഒരിക്കലുമില്ല. വാദം എന്താണ്? ഇത് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ പറ്റുന്ന കുഴപ്പമാണ്. അതായത് അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ നിസ്കാരത്തിനേക്കായി പുറപ്പെട്ടു പോകൽ അത് പാടില്ലാത്തതാണ്. വിഷയം 2 നിരക്കല്ലേ വരുന്നത്. ഇപ്പൊ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്വന്തം വീട്ടിൽ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വീട്ടുകാര് അത് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്? സത്യത്തിൽ ഇവിടെ കാന്തപുരം ഒരു മുടി കൊണ്ടുവന്നിട്ട് ഇത് ഷഅർ മുബാറക്കാണ് എന്ന് പറയുക മാത്രമല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗുരുതരമായ പല വിഷയങ്ങളും നടന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിനൊക്കെ മറുപടി പറയാൻ. ഞാൻ ചോദിക്കട്ടെ, മറ്റേ റൂമിലുള്ള 2 പിന്നെ മുസ്ലിയാക്കൾ എന്ന് പറയുന്ന 2 ആളുകൾ വായി തുറന്നാൽ തെറി മാത്രമെങ്കിലും പറയാറുള്ളെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആരാണ് കുത്തുബുദ്ദീൻ ഫിർദൗസി? ഒന്ന് പറയൂ. അദ്ദേഹത്തിന്റെ വഴിക്ക് മർഹര ഷെരീഫിലൂടെ വന്ന ബറക്കാത്തി സാദാത്തിങ്ങൾ. ആരാണ് ഈ ബറക്കാത്തി? പറയൂ. ഈ ബറക്കാത്തി എവിടെയാണുള്ളത്? ഈ അബ്ദുൽ ഖാദിർ ജീലാനി മരണപ്പെട്ടോ ജീവിച്ചിരിപ്പോ? ഇതൊന്നും അറിയണ്ടേ? ഇനി ഇതറിയണം. ഇതൊക്കെ അറിഞ്ഞെങ്കിലേ അത് ഷഅർ മുബാറക്ക് ആവൂ എന്ന് ഇന്നത്തെ പ്രസംഗത്തിലെ ഇന്നത്തെ പ്രസംഗത്തിലെ ടേണിംഗ് പോയിന്റായ ഭാഗം സാക്ഷാൽ ഷെയ്ഖ് അഹമ്മദ് ഖസ്റജി തന്നെ പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവാം. അദ്ദേഹം പറയുന്നു, ഈജിപ്തിലുള്ള ഒരു മന്ത്രി 60,000 ഇവര് ഏപ്പിക്കാര് തെക്ബീർ ചെല്ലുന്ന വേജാറിൽ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അഹമ്മദ് ഖസ്റജിന്ന് കേൾക്കുമ്പോൾ തെക്ബീറില്ല, കാന്തപുരം കേൾക്കുമ്പോൾ തെക്ബീറില്ല, അതിൽ കൂടുതലൊന്നും അറിയില്ലല്ലോ. എന്നാ പറയുന്ന മനുഷ്യന്മാരെ കേൾക്ക്. ഈ അഹമ്മദ് ഖസ്റജി നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും നിങ്ങൾ കേൾക്കാത്ത ഞങ്ങൾ ഉത്തരവാദിയല്ല. അതൊന്ന് കേൾക്കൂ. സിറാജ് അദ്ദേഹം വ്യക്തമായി പറയുന്നു, അഹമ്മദ് ഖസ്റജി അറബിയിൽ പ്രസംഗിച്ചിട്ട് അത് സാക്ഷാൽ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പരിഭാഷപ്പെട്ടു. നിങ്ങളൊന്ന് കേട്ടോക്കൂ, അന്ന് കേൾക്കി. എപ്പോഴാണ് ഷഅർ മുബാറക്ക് ആവുക? അതാണ് ഇവിടെ വിഷയം. അത് അഹമ്മദ് ഖസ്റജിയുടെ തിരുവായിൽ കൂടെ തന്നെ പറയിപ്പിച്ചുതരാം. ابن الصاحب بهاء الدين ابن حنة من بني إبراهيم الأشراف في ينبع بمبلغ 60,000 درهم من فضة، وذكروا أنها لم تزل عندهم من واحد إلى رسول الله صلى الله عليه وآله وصحبه وسلم. ഈജിപ്തിലെ പരമ്പരാഗതമായി മന്ത്രിമാരായി വന്നിരുന്ന പറയുന്ന വലിയ മന്ത്രി ഒരിക്കൽ പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ വാങ്ങാൻ ചെലവഴിച്ചത് അന്നത്തെ 60,000 വെള്ളി നാണയങ്ങളായിരുന്നു. അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് 60,000-ലധികം വെള്ളി നാണയങ്ങൾ കൊടുത്ത് അദ്ദേഹം ആ തിരുശേഷിപ്പ് വാങ്ങാനുള്ള കാരണം അത് പരമ്പരാഗതമായി പ്രവാചകർ മുതൽ ആ കാലം വരെയുള്ള ആളുകൾ കൈമാറി വന്നതാണ് എന്ന് തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായതായിരുന്നു കാരണം.
സുഹൃത്തുക്കളെ കേട്ടോ, നിങ്ങൾ ആ ഭാഗം കേട്ടില്ലേ? അടിവരേണ്ട ഭാഗമല്ലേ? സിറാജ് ഒന്നുകൂടി കേൾപ്പിക്ക്. നമ്മുടെ സുഹൃത്ത് അവസാന ഭാഗം മതി. ആ ചുള്ളിക്കോട്ട് പരിഭാഷപ്പെടുത്തുന്നത് അവസാന ഭാഗം ഒന്ന് കേൾക്കട്ടെ. എല്ലാവരും കാത് കൂർപ്പിച്ച് കേൾക്ക്. ഇത് ഞങ്ങൾ പറഞ്ഞ വാദമല്ല, നിങ്ങൾക്ക് തന്നെ ഈ വാദമുണ്ട്. എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇത് ഷാർ മുബാറക്കാണെന്ന് പറഞ്ഞാൽ അതിവിടെ പൗരോഹിത്യം, ഇസ്ലാമിലൂടെ പൗരോഹിത്യം ഉണ്ടോ സുഹൃത്തുക്കളെ? ഇത്തഹറു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അത് ക്രിസ്തീയ മതത്തിലാണത്, ഇസ്ലാം മതത്തിൽ അതില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയാണ് എപ്പോഴാണ് ഷഹർ മുബാറക്ക് ആവുക എന്ന്. അവസാന ഭാഗം ഒന്നുകൂടി കേൾക്കട്ടെ എല്ലാവരും. ായി മന്ത്രിമാരായി വന്നിരുന്ന കൂട്ടത്തിൽ സാഹിബ് ഫഖറുദ്ദീൻ എന്ന് പറയുന്ന വലിയ മന്ത്രി ഒരിക്കൽ പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ വാങ്ങാൻ ചെലവഴിച്ചത് അന്നത്തെ 60,000 വെള്ളി നാണയങ്ങളായിരുന്നു. ആ അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് 60,000-ലധികം വെള്ളി നാണയങ്ങൾ കൊടുത്ത് അദ്ദേഹം ആ തിരുശേഷിപ്പ് വാങ്ങാനുള്ള കാരണം അത് പരമ്പരാഗതമായി പ്രവാചകർ മുതൽ ആ കാലം വരെയുള്ള ആളുകൾ കൈമാറി വന്നതാണ് എന്ന് തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായതായിരുന്നു കാരണം. മാന്യ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടോ, പരമ്പരാഗതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് പ്രസിദ്ധമായിട്ട് കിട്ടിയതായത് കൊണ്ടാണ്. കേട്ടില്ലേ? ഇത് ജിഷാൻ പറഞ്ഞതാണോ? ഇത് ജിഷാൻ പറഞ്ഞതാണോ? അല്ലെങ്കിൽ അബ്ദുൽ നസീർ അസ്ഹരി പറഞ്ഞതാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതല്ലേ? ഇതല്ലേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്? ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല പ്രസിദ്ധനല്ല, വ്യക്തമായി പറഞ്ഞുതരാം. അദ്ദേഹം വിശ്വസ്തനല്ല, അദ്ദേഹം ശറഇന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ല. ഇതൊന്നുമല്ലാത്ത ഒരാള് ഒരു കൂട്ടം മുടികളുമായി കൊണ്ടുവന്നാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിസ്ബ ചെയ്യാൻ പറ്റുകയില്ല. അത് തന്നെയാണ് പറയുന്നത്. അത് പറഞ്ഞതിനല്ലേ സഹോദരന്മാരെ നിങ്ങൾ തെറി വിളിച്ചത്? അത് പറഞ്ഞതിനല്ലേ നിങ്ങൾ ഇനി വിളിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലാത്തത്? നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് മറുപടി ഉണ്ടെങ്കിൽ എന്ത് പ്രസിദ്ധിയാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഇന്ന് നിങ്ങൾ മദീനയിൽ ആളെ കൊണ്ടുവന്നു അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് വൃത്തിയാക്കാൻ അവസരം ലഭിച്ച ഒരു സയ്യിദ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നു അല്ലെ? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം സയ്യിദാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതിന്റെ ദർജ അദ്ദേഹത്തിന് ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നബി തങ്ങളുടെ റൗള ഷരീഫ് അതിനുള്ളിൽ പ്രവേശിച്ച് പൊടി തട്ടാൻ അവസരം ലഭിച്ച ഒരു സയ്യിദിനെ നിങ്ങൾ കൊണ്ടുവന്നു അല്ലേ? ഞാൻ ചോദിക്കുന്നു, 10,000-കണക്കിന് തിരുകേശം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂക്ഷിക്കുന്ന മുഹമ്മദ് ജാലിയവാലയോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര അയിത്തം? ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യനോട് മാത്രം എന്താണ് അയിത്തം? ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ അഹമ്മദ് ഖസ്റജിയും സംശയത്തിന്റെ മുൾമുനയിലാണ് എന്ന് പറയാൻ കാരണം സാക്ഷാൽ അഹമ്മദ് ഖസ്റജി ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലയുടെ വീട്ടിൽ വന്നിട്ട് പലതവണയായിട്ട് മുടി കൊണ്ടുപോയി എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം എഴുതി വെച്ചോ, എന്റെ ബഹുമാന്യനായ സുഹൃത്ത് തിരുവത്ര ഉസ്മാൻ സഖാഫി, ആ അബുദാബിയിലുള്ള തിരുവത്ര ഉസ്മാൻ സഖാഫി ഇന്ന് നിങ്ങളൊക്കെ കണ്ട അബ്ദുൽ നസീർ അസ്ഹരി എന്ന് പറയുന്ന പണ്ഡിതൻ. എന്തിനാ പണ്ഡിതനായ അബ്ദുൽ നസീർ അസ്ഹരി ദുബായിലേക്ക് പോയെന്നറിയുന്നത്? നിങ്ങളറിയോ? അല്ല, കുറച്ച് പഴയ സ്റ്റോറിയാണ്. അന്നൊന്നും ഓൺലൈൻ ഇത്ര സജീവം ക്ലാസ് റൂം ആകാത്തത് കൊണ്ട് വലിയ ആൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈജിപ്തിൽ അന്നുണ്ടായിരുന്ന ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി ദുബായിലേക്ക് വന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, അന്ന് ദുബായ് മർക്കസിൽ വെച്ച് ഷഅർ മുബാറക്ക് വിഷയത്തിൽ 4 മണിക്കൂർ അദ്ദേഹം പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചു. നിങ്ങൾ അറിയത്? എത്ര പേര് അറിഞ്ഞ വിഷയം? എത്ര പേര് അന്ന് ഈ വിഷയം അറിഞ്ഞിരുന്നു? ദുബായ് മർക്കസിൽ വെച്ച് ആളുകൾ ഒരുമിച്ച് കൂടി, 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ പരിപാടിയിൽ
ഈ പറയുന്ന എന്റെ കൂടെ സാക്ഷിയായി വന്ന ഈ സാക്ഷാൽ അബ്ദുൽ നസീർ അസ്ഹരി 4 മണിക്കൂറോളം ദുബായ് മർക്കസിൽ വെച്ച് ഈ വിഷയത്തിൽ ഷഅർ മുബാറക് എന്ന വിഷയത്തിൽ വെച്ച് സംസാരിക്കുകയും ആ വിഷയത്തിൽ മർക്കസിലുള്ള മുടിക്ക് വേണ്ടി അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞില്ല. ഈ പറയുന്ന തിരുവത്തൂർ ഉസ്മാൻ സഖാഫി ഈ പറയുന്ന നസീർ അസ്ഹരിയെയും കൂട്ടി സാക്ഷാൽ ഈ പറയുന്ന ആരുടെ വീട്ടില്, അഹമ്മദ് ഹസ്രജിയുടെ വീട്ടിലേക്ക് പോയി. ഇവർ രണ്ടാളും ജീവിച്ചിരിപ്പുള്ളതാണല്ലേ. ഉസ്മാൻ സഖാഫി എന്നോട് വ്യക്തമായി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹസ്രജി പറഞ്ഞിട്ടുണ്ട് പലതവണ അദ്ദേഹം ഈ ഷഅറാത്തുകൾ ഈ മുടികൾ അദ്ദേഹം കത്തിച്ചു, പക്ഷെ കത്തിയില്ല. ഇതേ സംസാരം എന്ത് പറഞ്ഞു? ഇതേ സംസാരം സുഹൃത്തായ അബ്ദുൽ നസീർ അസ്ഹരിയോടും ഈ പറയുന്ന അഹമ്മദ് ഹസ്രജി പറഞ്ഞു. ഈ വിഷയങ്ങൾ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന സത്യമല്ലേ? ഇതൊന്നും മരിച്ചുപോയ ആളുകളല്ലല്ലോ, ജീവിച്ചിരിക്കുന്ന ആളുകളല്ലേ. വിളിച്ച് സംശയമുള്ളവർ ചോദിക്കട്ടെ. എന്നിട്ട് SGV എന്ന് പറയുന്ന ക്ലാസ് റൂമിൽ അബ്ദുൽ നസീർ അസ്ഹരി ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അതിനുശേഷം ഈ പറയുന്ന SGVയുടെ ഇന്നത്തെ ചെയർമാനായ KKM സാജി വ്യക്തമായി അന്ന് അസ്ഹരിയോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഇതൊന്നും വ്യക്തമായി ഉറപ്പിക്കാതെ ഇത്രയും വലിയ പോളിസിയാക്കിയിട്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സംസാരിച്ചത് നസീർ അസ്ഹരി എന്ന് പറയുന്ന സാക്ഷാൽ KKM സാജി ചോദിച്ചു. നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഒരു വിഷയം കൂടുതൽ പഠിക്കാതെ ഇത്രയും മദ്ഹായിട്ട് ഈ വിഷയങ്ങൾ പ്രസംഗിച്ചത് എന്ന് സാക്ഷാൽ KKM സാജി അബ്ദുൽ നസീർ അസ്ഹരിയോട് അന്ന് ചോദിച്ചു. നിഷേധിക്കട്ടെ എന്നാല് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ബാക്കി പറയാം. അപ്പൊ സഹോദരന്മാരെ, അത്രയും ധീരമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്ന സാക്ഷാൽ അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹത്തിന് എന്ത് പറ്റി? അത് അദ്ദേഹത്തിന്റെ ട്രാവൽസ്. അതെ, അല്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹം നല്ലൊരു വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിപരമായി നല്ല ഒരു മനുഷ്യനാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വിഷയം അതല്ല. ഞാനൊരു സാക്ഷിയായി അന്ന് നടന്ന വിഷയത്തിന് സാക്ഷിയായി ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിച്ചു എന്ന് മാത്രം. ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന സാക്ഷാൽ 2 പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ അഹമ്മദ് ഹസ്രജി വ്യക്തമായി പറഞ്ഞു എന്തെന്ന്, ഇതിന് നിഴലുണ്ടാവാറില്ല, ഷഅർ മുബാറക്കിന് നിഴലുണ്ടാവാറില്ല. അതിനൊക്കെ പുറമെ തന്നെ അദ്ദേഹം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചെല്ലുന്ന സമയത്ത് ഈ ഷഅർ മുബാറക്ക് ആടിക്കളിക്കാറുണ്ട്. കേട്ട ആളുകളില്ലേ? അത് യൂട്യൂബിൽ ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അഹമ്മദ് ഈ പറയുന്ന ഹസ്രജി സംസാരിക്കുന്ന ഭാഗം യൂട്യൂബിൽ ഇന്നും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചെല്ലുന്ന സമയത്ത് അത് ഈ ഷഅറാത്തുകൾ ഷഅർ മുബാറക് എന്ന് പറയുന്ന ഈ മുടികൾ എന്ത് ചെയ്യാറുണ്ട്? ആടാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നിഴലില്ല എന്ന് മാത്രമല്ല, കത്തലില്ല എന്ന് മാത്രമല്ല, അത് ആടാറുണ്ട് എന്ന് മാത്രമല്ല, അത് വളരാറുണ്ട് എന്ന് മാത്രമല്ല, ഇത്രയൊക്കെ പറഞ്ഞ ഷാറുകൾ ഞാൻ ചോദിക്കുന്നു, എങ്കിൽ വളരെ വലിയ പുരസ്സരം തന്നെയാണ്. ഇസ്ലാമികപരമായിട്ട് മുൻഗാമികൾ കാണിച്ചു തന്ന മാർഗങ്ങൾ 3 ഉണ്ട്. ചരിത്രത്തിന്റെ കിതാബുകളിൽ റഹബി അടക്കം കാണിച്ചു തന്ന മാർഗങ്ങൾ 3 ഉണ്ട്. ഒന്ന് കത്തിച്ചു നോക്കുക, ഞാൻ പറയുന്നത് കത്തിക്കണ്ടെന്നാൽ, അല്ലെങ്കിൽ തേര് പുരട്ടിയിട്ട് നോക്കുക, അതും നിങ്ങൾ ചെയ്യണ്ട. ഏറ്റവും ചുരുങ്ങിയത് അതിന് നിഴലുണ്ടോ എന്നെങ്കിലും നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? നിഷ്പക്ഷമായിട്ട് മാന്യ സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നു, ആരോടാണ് നിങ്ങൾ വാശി? ആരോടാണ് നിങ്ങൾ വാശി കളിക്കുന്നത്? ലോകത്തിന്റെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ, സർവചരാചരങ്ങൾക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി തങ്ങളോട് എന്തിനാ സഹോദരായി വാശി വെക്കുന്നത്? ആര് ജയിച്ചു ആര് തോറ്റു എന്ന് മനസ്സിലാക്കാനാണ് ഈ വാശി. എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത്രയും കറാമത്തുകൾ, ഇത്രയും പ്രത്യേകതകൾ അവരെണ്ണി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞ്? ആടാറുണ്ട്, വളരാറുണ്ട്, ശാഖകൾ പൊട്ടിമുളക്കാറുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ പറഞ്ഞ ഒരു ഷഅറിനെ ഞാൻ ചോദിക്കുന്നു, അങ്ങനെ അത് ഷഅർ മുബാറക്കാണ് എന്നുള്ള ഒറിജിനൽ ബോധ്യമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പൊതു സമൂഹത്തിന്റെ മുമ്പിൽ അത് ശംസിന്റെ വെളിച്ചത്തിൽ, സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ അതിന് നിഴലില്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തീരേണ്ട വിവാദമല്ലേ ഇത്?
എന്നിട്ട് ഇങ്ങനെ ഒരു കൂട്ടിൽ ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ അടിക്കാനെങ്കിൽ ഹസ്രജി വരുന്നുണ്ട്, സെനത് പോയി ചോദിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, അത്ര നട്ടലുള്ള ഒരുത്തരുണ്ട് നിങ്ങളുടെ കൂട്ടത്തില്? ഹസ്രജിയുടെ ഫോൺ നമ്പർ തരാൻ നട്ടലുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആരാണ് കബളിപ്പിക്കുന്നത്? ആ കുട്ടികളുടെ അയാളെ ഫോൺ നമ്പറാ. ധൈര്യം ഉണ്ട് നിങ്ങൾക്ക്? ഓന്റെ ഒരു വലിയ വെല്ലുവിളി. എന്തൊക്കെയാണ് വെല്ലുവിളി? ഹസ്രജി വന്നിട്ട് അത് ഇവർ ഒരു ചുക്കും പഠിക്കൂല. ഇത് പണ്ടാര പറഞ്ഞു. എന്റെ നാട്ടിലുള്ള ഒരു കാക്കാനെ കൊണ്ട് പണ്ടാര പറഞ്ഞു. അയാള് എന്താ നന്നാവത്തെ മദ്രസയിൽ പോയി അതിനെ വിളിച്ചാൽ വരൂല. എന്നാ പിന്നെ ഒരു CD കൊണ്ടുകൊടുത്തൂടെ? CD കൊണ്ടുകൊടുത്താൽ കേൾക്കൂല. എന്നാ പിന്നെ എന്തെങ്കിലും ഒരു പുസ്തക നോട്ടീസൊക്കെ അത് കൊടുത്താലും കേൾക്കൂല. പള്ളിയിൽ ഉറുദിക്ക് പ്രസംഗത്തിന് സംസ്കാരത്തിന് ശേഷം തറാദിന്റെ ശേഷം അതിനിരിക്കൂല. പിന്നെ ഇയാളപ്പ നന്നാവുക? ഇതെപ്പോ ഒന്ന് കേട്ട് പഠിക്കുകയാണ്. എന്തെങ്കിലും പഠിക്കണ്ടേ സഹോദര? പഴയ നിങ്ങളുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കാന്തപുരം നടത്തിയ പത്രസമ്മേളനം എടുത്തു നോക്ക്. അതിന് വ്യക്തമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാകുന്ന എന്റെ പെണ്ണാർ ഉസ്താദ് പറയുന്നുണ്ട്, അടിയാധാരം അത് പുറത്തു കൊണ്ടുവരേണ്ട ആരാണ്? അതിന്റെ ഉടമസ്ഥനാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ രേഖപ്പെടുത്തിയ 2 സാക്ഷികൾ, ഈ പറയുന്ന ഉസ്മാൻ സഖാഫിയോടും ഈ പറയുന്ന നസീർ അസീറിയോടും സാക്ഷാൽ അഹമ്മദ് ഹസ്രജി വ്യക്തമായി പറഞ്ഞതല്ലേ? 2 ആഴ്ചകൾ കൊണ്ട് ഞാൻ ഈ വിഷയത്തിലുള്ള മുഴുവൻ രേഖകളും വെച്ച് ഞാനൊരു പുസ്തകം ഇറക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ? ഇവരുടെ തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഞാൻ ഒരു സാമ്പിൾ പറയാം. ഒരു സാമ്പിൾ. ഇതിനു മുമ്പ് അവറാ മുസ്ലിയാർ കാസർഗോഡ് മേഖലയിൽ ഞാൻ ഒരു വട്ടം പറഞ്ഞിരുന്നു. അവറാ മുസ്ലിയാർ, ആ ചരിത്രങ്ങൾ കേട്ട ആളുകളുണ്ടോ? അവറാ മുസ്ലിയാർ കാസർഗോഡ് മേഖലയിൽ വെച്ച്, നിങ്ങൾ കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? കാസർഗോഡ് മേഖലയിൽ വെച്ച് സംസാരിക്കുന്ന ഒരു പ്രസംഗത്തിൽ സംസാരത്തിനിടയിൽ അറിയാതങ്ങ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അദ്ദേഹം എന്ന് പറഞ്ഞു. നിങ്ങൾ ശരിക്കും കേൾക്കണം. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം എന്ന് പറഞ്ഞപ്പോ ആ സ്റ്റേജിലുണ്ടായിരുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉടനെ എണീച്ചു പറഞ്ഞു, നിർത്തു പ്രസംഗം. ഇതിന് സനദ് ചോദിക്കണ്ട. ഇത് റിവായത്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ നേതാവായ കാന്തപുരമാണ്. ഇനിയിപ്പോ വൈഫാന്ന് പറയണ്ട. ഇനിയിപ്പോ അത് സംഭവം വൈഫാക്കാൻ കഴിയില്ലല്ലോ. ഈ ചരിത്രം ഞാൻ കേട്ടുപിടിച്ചത് കാന്തപുരം പറഞ്ഞാണ്. എല്ലാം പറട്ടെന്നാല് അങ്ങനെ അവറാ മുസ്ലിയാർ അദ്ദേഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞപ്പോ അന്ന് അതേ സ്റ്റേജിലുള്ള പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ത് ചെയ്തു? നിർത്തു പ്രസംഗം എന്ന് പറഞ്ഞു. അപ്പോ ഉടനെ എന്ത് ചെയ്തു? അന്ന് അവറാ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാനൊരു തെറ്റ് പറഞ്ഞു പോയപ്പോ ആ തെറ്റ് തിരുത്തിത്തരാൻ എന്റെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ ഉണ്ടായല്ലോ, അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, സിറാജെ, ആ ജഡം ഒന്ന് വരട്ടെ. ആ ജഡം, പഴയ ജഡം കേട്ടോ, മുമ്പ് പറഞ്ഞൊരു ജഡം ഉണ്ടല്ലോ, അതാദ്യം വരട്ടോ. നിങ്ങൾ കേൾക്കണം. ഒരാൾക്ക് തിരുത്താനുള്ള ധൈര്യം ഇവരെ കൂട്ടത്തില്ല. ഇതാണ് ഇവരുടെ പോക്ക് കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കാണെന്ന് പറയാൻ കാരണം. ഞാൻ പണ്ഡിതനാണോ കുട്ടി? അത് ഞാൻ പറഞ്ഞുതരാം. ഇവര് പണ്ഡിതൻ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ നിങ്ങളെ പണ്ഡിതന്റെ വർത്താനം? നിങ്ങൾ അന്ന് കേൾക്ക്. പാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുന്നോ? അവിടെ അവർ തുറന്നു നോക്കാൻ പാടുന്നോ? ഇല്ല. അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുന്നോ? അവിടെ അവർ തുറന്നു നോക്കാൻ പാടുന്നോ? ഇല്ല. അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇതിനെ ഹീനമാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. സാമ്പത്തിക ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പേ പറയുന്നുണ്ട്, അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞാലുള്ള വിശ്വാസം എനിക്കില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇതാരെങ്കിലും ഒന്ന് തിരുത്തി കൊടുക്കണം. എന്റെ കിബിറ്
നബി തങ്ങളെ പറ്റി എന്റെ വായിന്ന് എന്റെ സബുക്കുൽ ലിസാനിൽ പെട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയുന്നതിന് എന്താ നാണക്കേട്? ഞാൻ ചോദിക്കട്ടെ, ഇന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അറബി പയ്യൻ എന്ന് പറഞ്ഞിട്ട് എം എം അക്ബർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചില്ലേ? എന്നങ്ങൾ കേൾക്കണോ? അന്ന് ഈ സംസാരം നടന്നപ്പോ കാന്തപുരത്തെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും ഈ തെറ്റ് തിരുത്താത്തത് കാരണം അദ്ദേഹം ഇന്നും പറഞ്ഞു. ആരെപ്പറ്റി? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മായെ പറ്റി ഇന്ന് പറഞ്ഞു ജഡം. ഇന്ന് ലേറ്റസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും പറഞ്ഞു ജഡം. നിങ്ങൾ കേട്ടാരെങ്കിലും? ഞാൻ വെറുതെ പറയല്ല. സിറാജ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മായെ പറ്റിയും ഇന്ന് ജഡം എന്നുള്ള പ്രയോഗം നടത്തി. നിങ്ങൾ പറയണം ഒന്നുകൊണ്ട് ഈ പദം നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും സിറാജ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം ഒരു മനുഷ്യന് വർണ്ണിക്കാൻ കഴിയില്ല. അവിടുത്തെ തൊട്ടതിന് തൊട്ടത് ഇതെല്ലാം ബറക്കത്ത്. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായി. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ ചെന്നു. എന്നിട്ട് അവിടുന്ന് മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് റസൂലുള്ളാഹി ധരിച്ച തുണി എടുത്തു കൊടുത്തു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ തൊട്ട തുണി എടുത്തു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്യുമ്പോൾ ആ മയ്യത്തിന്റെ ജഡത്തോട് തൊടുന്നത് എന്റെ വസ്ത്രമായിരിക്കണം. ഞാൻ ധരിച്ച വസ്ത്രം കൊണ്ട് ആദ്യം നിങ്ങൾ കഫൻ ചെയ്യണം. അതിനുശേഷം മറ്റു രണ്ട് ആ മയ്യത്തിന്റെ ജഡത്തോട് കഫൻ ചെയ്യുമ്പോൾ ആ മയ്യത്തിന്റെ ജഡത്തോട് തൊടുന്നത് എന്റെ വസ്ത്രമായിരിക്കണം. ഇത് എം എം അക്ബർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിപ്പാക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുന്നു മനഃപൂർവ്വമല്ലെങ്കിൽ ഒരു തിരുത്ത്, എന്റെ വാക്കിന് അങ്ങനെ വന്നു പോയതാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് കിബിർ? നിങ്ങളെ കിബിർ അനുവദിക്കാത്തതും അതെന്റെ ചോദ്യം. മുസ്ലിയാർ കാണിച്ച ആ തന്റേടം, ആ ആണത്തം, അന്ന് പാതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്റ്റേജും എന്ന് പറഞ്ഞൊരു ആണത്തം, അത് കാണിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളില്ലാത്തതാണ് ഈ മുസീബത്തുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാന്തപുരം വലിച്ചിടാൻ ആ ഒരൊറ്റ കാരണം മാത്രമേ ഇന്നുള്ളൂ. കാരണം ഒരാളും ചോദിക്കാനില്ല. സഹോദരന്മാരെ, എന്താണ് സഹാബത്തുൽ കിറാമിന്റെ വിശ്വാസം? പരിശുദ്ധ ഖുർആൻ എന്താ പഠിപ്പിച്ചത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ. നിങ്ങൾ റാഇന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പാടില്ല. എന്തേ? റാഇന എന്ന വാചകത്തിന് മറ്റുള്ള പല മോശം അർത്ഥങ്ങളും ഉണ്ട്. അതിന് നല്ല അർത്ഥം ഉണ്ടെങ്കിൽ തന്നെ അതേ സമയത്ത് ഉൻദുർനാ എന്ന് നിങ്ങൾ വിളിച്ചോളണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആദ്യമായിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞ ആദ്യത്തെ ഭാഗമാണിത്. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, തിരുത്താൻ നിങ്ങൾ കിബിർ ഒന്നും അനുവദിക്കൂല. കാരണം നിങ്ങളുടെ നേതാവ് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ, ഞാൻ ഇതൊന്ന് വെറുതെ ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം. ഒരു കാന്തപുര വിഭാഗത്തിൽ ഒരാളോട് ചോദിച്ചു, കാന്തപുര ഉസ്താദ് ഒരു കളവ് പറയുന്നു, നീ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിക്കാം, ഒന്നത് ഉൾക്കൊള്ളാൻ പറ്റൂല. ആ പ്രവർത്തകന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല, അവൻ അംഗീകരിക്കുകയില്ല. എന്താണ് സഹാബത്തുൽ കിറാമിന്റെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുറദു അലയ്യ അമാലക്കും ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ് വഇദാ വജദ്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും. എന്താണ്? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ഹയാത്തും എന്റെ വഫാത്തും അത് രണ്ടും നിങ്ങൾക്ക് ഖൈറാണ്. തുറദു അലയ്യ അമാലക്കും, ശരിക്കും കേൾക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് അല്ലാഹു എനിക്ക് വെളിവാക്കി തരുന്നുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ്, നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു നല്ല പ്രവർത്തനം കണ്ടാൽ, എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ
എന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന് ഹംദ് ചൊല്ലും, അള്ളാഹുവിനെ സ്തുതിക്കും. അതേ സമയത്ത് നിങ്ങളുടെ എന്റെ കൂട്ടത്തിൽ ഉമ്മത്തിൽപ്പെട്ട ഒരാള് ജഡം എന്ന് പറയുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനം നടക്കുന്നത് കണ്ടാൽ, അത് ഹബീബായ റസൂലുള്ളാഹി എന്ത് ചെയ്യും? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. ഞാനിത് പറയാൻ കാരണം എന്താണ് സഹാബത്തുൽ കിറാമിന്റെ വിശ്വാസം? സഹാബത്തുൽ കിറാമിന്റെ വിശ്വാസം അത് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ ഹദീസുകളിൽ കാണാം. എന്ത് കാണാം നമുക്ക്? അല്ലാഹു വറസൂലുഹു അഅലം. നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുന്ന ഇത് പറയുന്നത് ജിഷാനാണോ അല്ലെങ്കിൽ പറയുന്നത് വേറെ, ഇന്ന് ആരാ പറയുന്നത് എന്ന് കേൾക്കണ്ട. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആരാണ് പറയുന്നത് എന്നല്ല, എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ പറയുന്നത് ന്യായമാണെങ്കിൽ മാത്രങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. ചീത്ത തിരിച്ചൊന്നും ആരെയും ചീത്ത പറയാനല്ല, നിഷ്പക്ഷമായി ചിന്തിക്കാൻ വേണ്ടി പറയാം. ഈ വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് പറയുന്ന വിഷയം യാഥാർത്ഥ്യമാണെങ്കിൽ മാത്രങ്ങൾ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ഞാൻ ചോദിക്കുന്നു, എന്താ സഹാബികളുടെ വിശ്വാസം? അവര് പറയും അല്ലാഹു റസൂലുഹു അഅലം. ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു റസൂലുഹു അഅലം, അത് അള്ളാഹുവിനും അറിയാം, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അറിയാം. കാരണം അവർക്കറിയാം അള്ളാഹു മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെടുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. എന്ത് സഹായം കിട്ടിയാലും വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ആരിൽ എങ്ങനെ സഹായം കിട്ടിയാലും ഫമിനല്ലാഹ്, ആ സഹായങ്ങൾ മുഴുവൻ അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് സഹാബത്തുൽ കിറാമ് പിന്നെ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയുന്ന സഹാബികൾക്ക് വ്യക്തമായി അറിയാം അത് അല്ലാഹു റസൂലുഹു, അത് അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞാലും ആ അള്ളാഹുവിന്റെ റസൂൽ അറിയും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവാണ്. അള്ളാഹു അറിയുന്നത് അത് സ്വന്തം കഴിവ് കൊണ്ടുള്ള അറിവാണ്. ഇതാണ് സഹാബികളുടെ വിശ്വാസം. ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ഏതെങ്കിലും ഒരു സഹാബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാതെ അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വഈഫായ കിതാബിലെങ്കിലും കാണിച്ചു തരാൻ സാധ്യമാണോ? ഞാൻ ചോദിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാതെ അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞ റിപ്പോർട്ട്, ഏതെങ്കിലും ഒരു ഹദീസിന്റെ ലഈഫായ റിപ്പോർട്ടെങ്കിലും കാണിച്ചു തരാൻ ആൺകുട്ടികളുണ്ടോ? ഞാൻ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, കാന്തപുരം അറിയാതെ അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കുമെന്ന് തോന്നുന്നില്ല. അത് പറഞ്ഞ പകര ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സത്യത്തിൽ ഞാൻ തുറന്നു പറയാം, പകര പറഞ്ഞതിന് യോജിക്കാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ഞാൻ തുറന്നു പറയാം, എനിക്കിനി പേടിക്കണ്ടില്ല. ഞാൻ ഇവരെ ശമ്പളം ഇവരെ നക്കാപ്പിച്ച് പിന്നെ ജീവിക്കുന്നവനല്ല, അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. പകര മുഹമ്മദ് ഹസനി പറഞ്ഞതിനോട് യോജിക്കാത്ത ആളുകളാണ് 99%. പിന്നെ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് തിരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ മറുഭാഗത്തുള്ള കാന്തൂരായിപ്പോയില്ലേ? പകര ഇപ്പോ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരാകുന്ന എം എ ഉസ്താദിനെ പറ്റി പറഞ്ഞാൽ ഒരു പക്ഷേ ഇവർ തിരുത്തും. അല്ലെങ്കിൽ മറ്റൊരു പണ്ഡിതനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താമായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, പറഞ്ഞത് കാന്തപുരായിപ്പോയില്ലേ മറുഭാഗത്ത്, എങ്ങനെ തിരുത്താനാ? ഞാൻ ചോദിക്കുന്നു, ഇതല്ലേ കിബിർ എന്ന് പറഞ്ഞ സഹോദര? ലോകത്തിന്റെ നേതാവായ, ലോകത്ത് നീതിയും ന്യായവും പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ പൊന്നാരമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കട്ടിട്ടുണ്ടെങ്കിൽ ആ കൈ ഞാൻ മുറിക്കും. അതല്ലേ ഇസ്ലാം. സ്വന്തം നേതാവ് എന്ത് പറഞ്ഞാലും അത് സഹിക്കുക എന്നതാണോ പോളിസി? അത് തിരുത്താൻ ഇവരെ കൂട്ടത്തിൽ ഒരാളില്ല എന്നതാണ് ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസീബത്ത് എന്ന് തുറന്നു പറയാ. ഇതൊക്കെ ഗണ്ണിക്കാൻ ആൺകുട്ടികളെന്റെ പറ. ഇനിയിപ്പോ ഇതിനൊക്കെ മറുപടിയായിട്ട് ഞാൻ സുബ്ഹാനല്ലാഹ്, നിങ്ങളിത് കേട്ടില്ലെങ്കിൽ ഉറങ്ങിയാൽ മതി. നാളെ എന്റെ ഫേസ്ബുക്കിലെ ഇൻബോക്സിലും മൊബൈലിലുള്ള ഇൻബോക്സിലൊക്കെ തെറികളുടെ മാരപ്പടക്കം. ഏതായാലും അത് ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചില്ല.
അതിലേറ്റവും സങ്കടം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു നാടനായ മനുഷ്യൻ തെറി വിളിക്കുന്നതിന് കുഴപ്പമില്ല. ഈ തെറി വരുന്ന മെസ്സേജുകൾ ഏറെക്കുറയും സഖാഫി എന്നും സാദി എന്നും അതുപോലെ തന്നെ അഹ്സനി എന്നൊക്കെ പേര് വെച്ചിട്ട് അതുപോലെ തന്നെ അവരുടെ ബിരുദം വെച്ചിട്ടുള്ള ഐഡികളാണ്. അതൊരു കള്ള ഐഡിയ ആണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അവരെ പ്രൊഫൈലിൽ പോയി നോക്കുന്ന സമയത്ത് അതിൽ 1-ാം നമ്പർ കാന്തപുരത്തിന്റെ ആളുകൾ എന്നിട്ട് വിളിക്കുന്ന സുബ്ഹാനല്ലാഹ് ഒരു സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പദങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം തെറി അഭിഷേകങ്ങൾ നിങ്ങൾ നടത്തുക, കുഴപ്പമില്ല. ഖൂലു ലിന്നാസി ഹസ്ന, ഖുർആന്റെ പ്രഖ്യാപനം ജനങ്ങളോട് നല്ല സംസാരിക്കണം. അത് നിങ്ങൾ പഠിച്ചില്ല. ഞാൻ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല സുഹൃത്തുക്കളെ. ഇവിടെ സമയം അസീസ് ബി ഷാഹിദ് അടക്കമുള്ള ഒരുപാട് പ്രവർത്തകന്മാർ പിന്നെ മാറി. ഒരു വിഷയം കൂടി മിനിഞ്ഞാണ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു വിഷയമാണ്. സിറാജെ ഹക്ക് മാത്രം പറയുന്നുണ്ടല്ലോ എന്റെ ഉസ്താദ്, ആ ക്ലിപ്പ് ഒന്നിട്ട് അതിട്ടിട്ട് എനിക്കൊരു ഹക്ക് പറയാനുണ്ട്. ഹക്ക് മാത്രം പറയുന്നത്, ഞാൻ ഹക്കാണെന്ന് ബോധ്യപ്പെട്ട കാര്യം മാത്രമേ പറയാറുള്ളൂ. ജീവിതത്തിൽ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു. ആ ക്ലിപ്പ് ഒന്നിട്ട് അന്നിട്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുന്നത്തിന്റെ മഹത്വം നിങ്ങൾക്ക് ഓർമ്മണ്ടോന്നറിയില്ല. ശരസിംഗ് പത്രം തന്നെ ഒരു പത്രം, ആ പത്രത്തില് പാണക്കേട് തങ്ങന്മാരെ തലതിരിച്ചു കൊടുത്തു ചിത്രം കൊടുത്തപ്പോൾ അന്ന് തന്നെ ഞാൻ ശക്തമായി അതിനെതിരെ പ്രസംഗിച്ചു. നമുക്ക് ദീന് പറയുന്ന സ്ഥലത്ത് ഗ്രൂപ്പില്ല. ദീന് പറയുന്ന സ്ഥലത്ത് അവിടെ ആളോട്ടമില്ല. ബോധ്യപ്പെട്ട ഹഖ് മരിക്കുന്നത് വരെ തുറന്നു പറയും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആര് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ ഒരു ഖൽഖിന്റെയും തൃപ്തി നമുക്ക് നോക്കാൻ കഴിയില്ല. സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടന SYS പ്രവർത്തിക്കുന്നത് അതിനാണ്, SSF പ്രവർത്തിക്കുന്നത് അതിനാണ്, നമ്മുടെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് ഹഖ് ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഒരു ചങ്ങാതി ഒരു ദിവസം എന്നോട് പറഞ്ഞു, വേറെ ഒരു മുസ്ലിയാരെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആ മുസ്ലിയാരെ എതിർത്ത പോലെയൊന്നല്ലോ, ഞാൻ ഷെഹറുബാറിനെ എതിർത്താലും. എന്നോട് സ്വകാര്യം സംസാരിച്ചു ചങ്ങാതി പറഞ്ഞതാ, ഞാൻ ഷെഹറുബാറിനെയും കാന്തപുരസാരിയും എതിർത്താലുണ്ടല്ലോ പിന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അതൊന്ന് കാണാൻ. ഇന്നലെ മർക്കസിൽ പോയവർക്കും പോകാത്തവർക്കും അറിയാം, അല്ലേ? കേട്ടില്ലിപ്പോ ഇന്നലെ മർക്കസിൽ പോയവർക്കും പോകാത്തവർക്കും അറിയാം. നിങ്ങൾ ചങ്ങാതിന്ന് വിളിച്ചില്ലേ? എന്നോട് ഇപ്പോഴും നല്ല ചങ്ങാത്തം തന്നെയാണ്. അതുകൊണ്ട് ചങ്ങാതിന്ന് വിളിച്ചത്. ചങ്ങാതിന്ന് വിളിച്ച നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞാൻ മൂപ്പരോട് സംസാരിച്ചത് ഓഗസ്റ്റ് 27 ഓഗസ്റ്റ് 28. എന്നിട്ട് മൂപ്പർക്ക് ഇത് പ്രസംഗിക്കാനുള്ള ധൈര്യം പറഞ്ഞേ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 5 മാസം മൂപ്പര് ഇതാരോടും പറഞ്ഞില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ ഒരു വർത്തമാനം 5 മാസം മുന്നേ നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടായോ? എന്നിട്ട് മൂപ്പര് നല്ല നോക്കി, മർക്കസിൽ അത്യാവശ്യം ആരെങ്കിലും വന്നോ? അപ്പൊ അത്യാവശ്യം സാരി സഖാഫി മണ്ടേ വർക്കുണ്ടല്ലോ, കുറച്ച് കഴുതകളുണ്ട് എന്നല്ലേ. ആ കഴുതകളുടെ ലൈന് കണ്ടപ്പോ മൂപ്പര് പറഞ്ഞു, കണ്ടില്ലേ എന്നാ ആൺകുട്ടിയാണെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞോ ഉസ്താദ്, എന്നെ കുറച്ച് മുമ്പേ നിങ്ങൾ പറയണ്ടേന, ഇങ്ങനെ എടുത്താൽ എന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന്. മൂപ്പര് ജനുവരി 6 വരെ കാത്തുനിന്നു. ആളുകൾ വരുമല്ലോ നോക്കുക, എന്നിട്ട് ആളുകളെ ലൈനും കാര്യമൊക്കെ കണ്ടിട്ട് നമുക്കിത് പറയാമെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കാത്തുനിന്ന. എന്നിട്ട് ഞാനെന്നാ പിന്നെ മൂപ്പര് പറഞ്ഞല്ലോ ഹക്ക് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ ഞാൻ വെല്ലുവിളിയായിട്ട് തന്നെ ചോദിക്കുക, ഇത് പൊങ്ങച്ചല്ല, ഇത് പൊങ്ങച്ചല്ല. അള്ളാഹു തന്നൊരു അനുഗ്രഹം. എന്താ അനുഗ്രഹം? ഒരു നാടനായ ഞാനൊരു CD 1 മണിക്കൂർ ഇറക്കി. നിങ്ങൾ ആരും കുറ്റം പറയാൻ പാടില്ല, കാരണം അത് നൗഷാദ് ഹസനി ചെയ്തെന്ന ഏറ്റവും വലിയ സേവന. ഇങ്ങനൊരു CD ഇറക്കണമെന്ന്
പറഞ്ഞ ആള് നൗഷാദ് ഹസനിയാണ്. മൂപ്പര് ഒരു SMS കഥയും കൂടി ഉണ്ടായി, ഞാൻ പറഞ്ഞുതരാം. ഈ സീഡ് ഞാൻ ഇറക്കിയിട്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളെ മുശാവറയിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി പൂനൂരിലും മലപ്പുറത്തും കണ്ണൂരിലും അതുപോലെ തന്നെ ഈ കോഴിക്കോടും ഒക്കെ ഒരുമിച്ച് കൂടി ഞാൻ ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ ഈ മുശാവറയിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടി നിങ്ങൾ പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ മറുഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സംഘടനയിലുള്ള പണ്ഡിതൻ ഇതാ ഞങ്ങൾ ഈ തിരുകേശത്തെ എതിർക്കുന്നത് ഞാൻ നിർത്തിയിരിക്കുന്നു, ഇതാ ഇത് തിരുകേശമാണെന്ന് വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളിവിടെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്ന ഒരാൾ നിങ്ങൾ കാണിച്ചു ഒറ്റ മനുഷ്യനാ നിങ്ങൾക്ക് സാധിക്കോ? ഒരാളൊറ്റ ഒരു പണ്ഡിതനാണ്. എന്നാ ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് അബ്ദുൽ നസീർ അസ്ഹരി ഖൈറോ എന്നിക്കോ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഞാൻ ബോംബെയിൽ പോയിട്ട് വിഷയം മുഹമ്മദ് രാമന്തള്ളി എന്നിക്കോ, ബഷീർ ബാക്കവി എന്നിക്കോ, അബ്ദുറഹ്മാൻ മുസ്ലിയാര് കുമരമ്പത്തൂർ അലി മുസ്ലിയാരുടെ പുതിയാപ്പിള എന്നിക്കോ. എന്തിനാ മക്കളെ ഇത്? എന്നിട്ട് മൂപ്പര് ചോദിക്കുക, പിന്നെ ആളെ ഭൂരിപക്ഷ എനിക്ക് ഇവരെ ഈ വർത്താനം കേൾക്കുമ്പോ എനിക്ക് സങ്കടാവുന്നത്. സഹോദര, ഉപ്പ അങ്ങേ ഗ്രൂപ്പിലാണ്, മകൻ ഇങ്ങേ ഗ്രൂപ്പിലാണ് എന്നുള്ളത് ഒരു സത്യത്തിന്റെ അസത്യത്തിന്റെ മാനദണ്ഡമല്ല. ഞാനീ പറഞ്ഞത് ഇനിയിപ്പോ എന്റെ കൂടെ ആരും വന്നില്ല എന്ന് നോട്ടിക്കോ. ഞാൻ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞത്, ഒരു വിഷയത്തിൽ നമുക്ക് ഒരാളെ കളവ് പറഞ്ഞിട്ട് നമ്മൾ പറ്റിക്കേണ്ട എണ്ണാൻ ഒരുപാടുണ്ട്. അൻസാർ മാസ്റ്റർ, സുബൈർ മാസ്റ്റർ, എണ്ണിയാ തീരൂല. എത്ര ആളുണ്ട് അവിടെയുള്ള പ്രവർത്തകന്മാര്? ഏറെക്കുറെ പയ്യോളിയിലുള്ള സംഘടനാ പ്രവർത്തകന്മാർ ഇപ്പോഴും അവർക്ക് ഒറ്റയടിക്ക് സംഘടന വിട്ടുപോകാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു സങ്കടപ്പാട് എന്നതിലൂടെ മുടി അവർ പാടെ തള്ളിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലുള്ള നിങ്ങളെ സജീവ പ്രവർത്തകനായ അവിടെയുള്ള ദമാമിലുള്ള SYSന്റെ സജീവ പ്രവർത്തകനും അവിടെയുള്ള മദ്രസ കമ്മിറ്റി വിഭാഗത്തിന്റെ പ്രസിഡന്റുമായ ജാഫർ ഭായി, അദ്ദേഹത്തിന്റെ സഹോദരൻ സുബൈർ, അദ്ദേഹത്തിന്റെ ഫാമിലി, അങ്ങനെ എത്ര ആളെ ഞാൻ കാണിച്ചു തരണം? എന്നിട്ട് മൂപ്പര് പറയാ, ഇവിടെ ആൾക്കൂട്ടത്തിന്റെ ഒരു കഥ പറഞ്ഞു. നിങ്ങൾ കേൾക്കണം ആൾക്കൂട്ടത്തിന്റെ കഥ. ഇവിടെ വളരെ പ്രസിദ്ധമായ 2G സ്പെക്ട്രം എന്ന ഒരു അഴിമതി കേസ്, കറപ്ഷൻ, അതിന്റെ പേരിൽ കരുണാനിധിയുടെ മകനായ എന്താ അദ്ദേഹത്തിന്റെ പേര്? അഴഗിരിയോ എന്തായാലും അയാളുടെ പേര്? കരുണാനിധിയുടെ ഒരു മകനുണ്ടല്ലോ, എന്തോ സാധനം, ദയാനിധിമാരന രാജ എന്തോ ആട്ടെ, ഇപ്പം ബദിനികൾ പേർന്നില്ല, സാധനം കരുണാനിധിന്റെ മോൻ. ഈ കരുണാനിധിയുടെ മകൻ അഴിമതി കേസിൽ ജയിലിൽ കിടന്നിട്ട് 4-5 മാസം കഴിഞ്ഞിട്ട് ജയിലിറങ്ങി പുറത്ത് വന്നു നോക്കുമ്പോ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ 2 ലക്ഷം ആളുകൾ സ്വീകരിക്കാൻ കൂടി. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിക്കുക, 2 ലക്ഷം ആളുകൾ സ്വീകരിക്കാൻ. ഇതുപോലെ വേറൊരു ഏതൊരു പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, ഒരു സിനിമാ നടി ഒരു സന്യാസിനിയായി പറഞ്ഞില്ലേ, ആ സ്വാമിന്റെ പേരെന്തേനു? സ്വാമി അമൃതാനന്ദ എന്തോ ഒരു സ്വാമിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. ആ സ്വാമി പച്ചയായി വ്യഭിചാര കേസിൽ പിടിക്കപ്പെടുകയും, അതെ, സ്വാമി നിത്യാനന്ദ. ഞാൻ ചോദിക്കുന്നു, ഞാൻ അതിലേക്കൊന്ന് കൂടുതൽ കടക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഈ പറയുന്ന സ്വാമി നിത്യാനന്ദ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വളരെ മോശമായ പല സീഡികളും പുറം ലോകം എത്തുകയും അതുപോലെ തന്നെ ജനങ്ങൾ അറിയുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് മധുരയിൽ ഒരുമിച്ച് കൂടിയത് 3 ലക്ഷം ആളുകളെ അയാൾ സ്വീകരിക്കാൻ. എടോ, സത്യത്തിന്റെ മാനദണ്ഡം ആളുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. നിങ്ങൾ എവിടുന്നാണ് ദീന് പഠിച്ചത് എനിക്ക് മനസ്സിലാക്കിയിരിക്കുക. 950 കൊല്ലക്കാലത്തോളം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ മഹാനായ നൂഹ് നബി എന്ത് ചെയ്തു? തൗഹീദ് പ്രബോധനം ചെയ്തിട്ട് ആകെ 150 ആളെ കിട്ടിയേ. 100 ചില്ലാനം ആളുകൾ അല്ലെങ്കിൽ 200-ൽ താഴെ ആളുകളെയാണ് ഈ തൗഹീദിന്റെ വാടയിലേക്ക് നൂഹ് നബി കിട്ടിയത്. അപ്പൊ എന്നാ മറുഭാഗം പറയല്ലോ, എല്ലാ നൂഹ് നബിയെ
നിങ്ങളുടെ കൂടെ ആളില്ല, ഞാളെ ഭാഗത്താണ് ആള് കൂടുതലുള്ളതെന്ന് പറയുമല്ലോ. ആ ആളുകളുടെ എണ്ണമോ വണ്ണമോ ഏതായാലും അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദും അതുപോലെ തന്നെ സത്താർ സാഹിബൊക്കെ താമസിയാതെ ക്ലാസ് റൂമിൽ എത്തുമെന്നാണ് ഞാൻ ഇവിടെ ടെക്സ്റ്റുകൾ കണ്ട് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനിയും ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോയാൽ ഇങ്ങനെ പറഞ്ഞു പോകും. കാരണം ഇതൊന്നും പറയാൻ വിചാരിച്ചിട്ട് പറയല്ല, വേദനകൾ കൊണ്ട് പറയാണ്. കാരണം ഇവർ കളിച്ച് എവിടം വരെയാണ് പോകുന്നത് എന്നാണ്. ഞാൻ ഒറ്റ ഒന്ന് പറഞ്ഞു നിർത്തുക. ഇപ്പോ ഏതായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതൊക്കെ ജനങ്ങളെല്ലാം അറിയണം. ഈ അവസരത്തിനൊത്ത് കാല് മുറിച്ച് അപ്പുറം ഇപ്പുറം ചാടിക്കളിക്കുന്ന ഈ കാപട്യം അത് നല്ലതല്ല. എലക്ഷൻ വരുന്നതിന് മുമ്പ് പറ ആരെ സപ്പോർട്ട് ചെയ്യും. എലക്ഷൻ വരുന്നവരെ അനങ്ങൂല. വോട്ടെണ്ണീര് ജയിച്ചാൽ പറയും ഞാളെ ജയിപ്പിച്ച്. ഇതിന് വേറെ പേരാ പറയാ, അതിന് വേറെ പേരാ പറയാ. കാരണോ കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ നിങ്ങൾക്ക് കാണാം, ഈ TV ചാനലിന്റെ ആളുമായി നടന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട് 24ൽ 20 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടിയത് ഞങ്ങൾ കാരണം. എന്നാ ഞാൻ ചോദിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ആ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞു, എന്ത് പറഞ്ഞു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ നൂറുദ്ദീൻ തങ്ങളെ അതിന്റെ ലിങ്ക് നാളെ നിങ്ങൾ എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം. എല്ലാവരും, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കാറുള്ളൂ, അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? കാരണം എന്താ? അത് ലോക്സഭയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടുന്ന് ജയിപ്പിച്ചയച്ചാല് കാര്യമായിട്ടൊന്നും നടക്കൂല. അതുകൊണ്ട് അങ്ങ് ഭരണതലത്തില് കേന്ദ്രത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് കോൺഗ്രസിനെ സാധിക്കുകയുള്ളതുകൊണ്ട് ഞങ്ങൾ അവരോട് മുമ്പേ പറയാറുണ്ട്, നിയമസഭയിലേക്ക് നിങ്ങളെ പിന്തുണയ്ക്കാറുള്ളൂ, ലോക്സഭയിലേക്ക് ഞങ്ങളെ പിന്തുണ കോൺഗ്രസിനാണ്. ഞാൻ പറയുന്നു, എന്തെങ്കിലും ജയിപ്പിക്കും. ഈ പ്രാവശ്യം കോൺഗ്രസ് ഒരു 15 സീറ്റ് പിന്നെ കിട്ടിയിരിക്കണമെന്ന് ജയിപ്പിച്ചെന്ന് പറഞ്ഞേക്ക്. 15 മതി കേട്ടോ, ഇന്ന് കാണണല്ലേ. എന്തിനാ മക്കളെ പെടായി? പക്ഷേ ചാണക്യതന്ത്രം അറിയുന്ന നേതാവ് ഇപ്പൊ തന്നെ തുടങ്ങി. എന്താ പറഞ്ഞെന്നാ? ഇടതുപക്ഷവുമായുള്ള ചർച്ചകൾ ഞങ്ങൾ പൂർണ്ണമായും നിർത്തിയിട്ടില്ല. അവര് ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരില്ല, കാരണം എല്ലാ സ്ഥലത്തും ഒന്ന് കുളിച്ചു കയറാനുള്ള പരിപാടിയാണ്. ഇടതുപക്ഷം ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ തയ്യാറാണ്. എന്തിനാണ്? കാരണം ചർച്ച നടത്തിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട്, കാരണം ഇപ്പോഴുള്ള നിലവിലുള്ള അന്തരീക്ഷം പറഞ്ഞാൽ 16 മുതൽ 18 സീറ്റ് വരെ ഈ LDF നേടുമെന്നാണ്. നമുക്ക് LDF-ലും UDF-ലും കേട്ടോ, അത് വേറെ വിഷയം. നമുക്ക് ഇവരെ ഈ രാഷ്ട്രീയത്തിന്റെയും ഇവരെ കളിയെന്ന് പറയാം. അപ്പൊ 16 മുതൽ 18 സീറ്റ് വരെ ഇവര് നേടുമെന്നാണ് ഇലക്ഷൻ ഈ മാധ്യമങ്ങളും മീഡിയകളും നടത്തിയ കണക്കെടുപ്പിലൂടെ വെളിച്ചത്ത് വന്നിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്യണം? എനിക്ക് ഇടതുപക്ഷം ജയിച്ചാൽ അത് ഞങ്ങളാണ് ജയിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചില ആളുകൾക്ക് വിലസണം. അതിന്റെ ഒരു ബുദ്ധിയാണ്. അപ്പൊ ഏതായാലും ഒന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഇവിടെ വ്യക്തിപരമായ ചർച്ചകൾക്കോ മറ്റുള്ള വിഷയങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അത് ലോകത്ത് റസൂലുള്ളാഹിയുടെ ആസാർ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിനെതിരെ വാളെടുക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള വൈലത്തൂർ തങ്ങളെടുത്തും ഈ പറയുന്ന തരത്തിലുള്ള മുടികൾ ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞതാ. അദ്ദേഹം വെച്ചവരിങ്ങനെ വെച്ചോ, കുഴപ്പമില്ല. പക്ഷെ പൊതുസമൂഹത്തിൽ ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കാണ് എന്ന് വ്യക്തമായി നിങ്ങൾ ഊന്നി പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് മാത്രമല്ല. നിങ്ങളെന്താ വിചാരിച്ച ഈ സഹീഹ് ബുഖാരി നിങ്ങൾക്ക് മാത്രം, സഹീഹ് മുസ്ലിം നിങ്ങൾക്ക് മാത്രം, ഫത്ഹുൽ മുഈൻ നിങ്ങൾക്ക് മാത്രം, തുഹ്ഫ നിങ്ങൾക്ക് മാത്രം, നിഹായ നിങ്ങൾക്ക് മാത്രം, മുഗ്നി നിങ്ങൾക്ക് മാത്രം? അത് മുസ്ലിം ഉമ്മത്തിനുള്ളതാ, സുന്നികൾക്കുള്ളതാ. അത് ഇവര് കിബിറെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുക, കാരണം പറയാൻ ആഗ്രഹിക്കാത്തൊരു വിഷയമാണ്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവരുടെ ഒരു പൊതു സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കിയ, എനിക്ക് നിന്റെ ആക്കിബത്ത് സൂക്ഷിച്ചോ. ഞാൻ സഹോദരൻ, ഈ പറയുന്ന ആളുടെ ആക്കിബത്ത് എങ്ങനെയാ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിനക്ക് ഹിദായത്ത് കിട്ടാതെ ചത്തുപോകും. ഇതൊരു സംസാരത്തിന്റെ ശൈലിയാണ്.
എടോ ഇമാം ഗസാലി തങ്ങളുടെ കിതാബ് ഒന്ന് മറിച്ച് നോക്കണം. നീ അവസാനം എങ്ങനെയാണ് ചത്തുപോകുന്നത് എനിക്ക് പറയാൻ പറ്റുമോ? ബൽഅമുൽ ബഅറ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ പണ്ഡിതൻ, ലൗഹൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് ഇൽമുകൾ പറഞ്ഞ പണ്ഡിതൻ, ആ പണ്ഡിതന് അവസാനം എന്താ പറ്റിയത്? ഇതാരോട് പറയാൻ പറ്റുന്ന കഥയാ? എന്നിട്ട് ഇപ്പോഴും ചില സാധുക്കൾ പറയാ CM വലിയുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ദീന് പറഞ്ഞാൻ കാന്തപുരത്തിനെ ഏൽപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, വിനയപൂർവ്വം ചോദിക്കട്ടെ, കാന്തപുരം CM വലിയുള്ളാഹി ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് സുന്നി പരസ്യമായി പറഞ്ഞു നടന്ന CM വലിയുള്ളാഹി എന്താ പറയേണ്ടത്? കാന്തപുരത്തിന്റെ ഓട് നിങ്ങൾ പോണ്ടെന്ന ദീന് പറയുന്ന ഞാൻ ഇനി അങ്ങനെ പറഞ്ഞെന്നെല്ലാം കൂട്ടിക്കോ, ഇല്ലാന്ന് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, എന്നാ പണ്ട് പേരോടും പറഞ്ഞിട്ടുണ്ടല്ലോ ജിഷ നല്ലൊരാളാണെന്ന്, നിങ്ങളെന്താ ഇപ്പൊ അംഗീകരിക്കാത്തത്? നിങ്ങളെ പേരോട് പണ്ട് പറഞ്ഞല്ലേ? നിങ്ങൾ കേട്ടില്ല ക്ലിപ്പ്? നിങ്ങൾ കേട്ടില്ല? എല്ലാവരും കേട്ടല്ലേ? ജിഷ നല്ലൊരാളാന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഇപ്പോഴൊക്കെ നിലക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് പറ്റൂല? അത് ബാഹ്യമായിട്ട് സുന്നത്തിനുമായിട്ട് പറയുന്നു എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു? നിങ്ങൾ കാന്തപുരത്തിന്റെ കൂടെ കൂട്ടിക്കൊന്ന് പറഞ്ഞു. ആ ഒരു അർത്ഥം വെക്കുകയല്ലാതെ ഇയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഖിയാമത്ത് നാൾ വരെ നടക്കാൻ പോകുന്ന എല്ലാ തട്ടിപ്പുകൾക്കും നിങ്ങൾ കൂട്ടിത്തരണം. അതിന്റെ മാന എന്താ ചങ്ങായിമാരെ? നിങ്ങൾക്കൊന്ന് മനസ്സിലായി ഒരു കഥയില്ല. ഞാനൊരു ആയത്തോട് നിങ്ങൾ അർത്ഥം പറ. ഇന്നൽ ഇൻസാനല്ല വലൂമുൻ കഫാർ, സൂറത്ത് ഇബ്രാഹിമിന്റെ ഒരു ആയത്ത. ഇന്നൽ ഇൻസാന ലവലൂമുൻ കഫാർ, മനുഷ്യന്മാരൊക്കെ അക്രമകാരികളാണെന്ന് അർത്ഥമുള്ള ഒരു ആയത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ ഈ സഹാബത്ത് വിട്ടില്ലേ ഇങ്ങനെ അർത്ഥം വെക്കുക? ഇങ്ങനെയാണോ അർത്ഥം വെക്കുക? അതിന് വേറെ ആയത്തിന്റെ ഒസാദിക്കൂനുള്ള വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. ഏതെങ്കിലും ഒരു വാചകം എടുത്തിട്ടാണോ നിങ്ങൾ തട്ടിപ്പ്? അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, പഴയകാല ചരിത്രങ്ങളും പാരമ്പര്യങ്ങളൊന്നും പറഞ്ഞു ആരും പേടിപ്പിക്കണ്ട. വ്യക്തമായിട്ട് സുന്നത്ത് ജമാഅത്ത് ഇവിടെ മുജ്തഹിദായ ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാരല്ല എന്ന് നിങ്ങൾക്ക് ആ വാദമുണ്ടോ? ഇജ്തിഹാദ് നടത്താൻ കഴിവുള്ള പണ്ഡിതന്മാരാണ് ഇവരൊക്കെ എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? ഇമാം സുയൂത്തി റഹിമഹുല്ലാ പറഞ്ഞു നിങ്ങൾക്ക് പറ്റൂല, ഖാളിയാനി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റൂല, ഇബ്നുൽ മുഖ്രി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റൂല, ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു നിങ്ങൾക്ക് പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെയൊക്കെ വലിച്ചു ചാടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിന് നിഴലുണ്ടാവുകയില്ല, നെല്ലുണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് വലിച്ചു ചാടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കുറച്ചായി പരിപാടിയിൽ ഒരാളെ കാണുന്നില്ല. നമ്മുടെ പൊതുജനം വിഷയം ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. ഇവരെ പരിപാടിയിൽ ഇപ്പൊ കുറച്ചായിട്ട് ഒരാളെ കാണുന്നില്ല. മുമ്പ് വളരെ സജീവമായി പങ്കെടുത്ത ഒരാളെ കാണുന്നില്ല. നിങ്ങൾ നടിച്ചേ. അല്ലല്ല, ഒരു വിദേശ പണ്ഡിതനെ കാണുന്നില്ല. ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കണ്ടേ? പകരമല്ല, ഒരു വിദേശ പണ്ഡിതനെ ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ല. അങ്ങനെ വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, എന്തേ ഉമർ കാമിലിനെ ഇപ്പൊ വിളിക്കാത്തത്? ഉമർ കാമിലിനെയും ഈ പറയുന്ന അഹമ്മദ് ഖസ്റജിയെയും ഒരു വേദിയിൽ ഇരുത്താൻ നിങ്ങൾക്ക് സാധ്യമാണോ? വിനയപൂർവ്വം ചോദിക്കാം. ബഷീർ അജിക്ക, ഞാൻ നിങ്ങളോട് പറയാം, മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ജിഷാനും വരൂല, കാന്തൂരും വരൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവര് നടത്തുന്ന മുഴുവൻ തട്ടിപ്പാണെന്ന് നിങ്ങൾക്കറിയാം, വ്യക്തമായിട്ടറിയാം. ബഷീർ ഹാജിക്ക് എന്നോട് തുറന്നു സമ്മതിച്ചതുണ്ട്. ഇതൊക്കെ തുറന്നു സമ്മതിക്കുക മാത്രമല്ല, ബഷീർ ഹാജി എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉമർ കാമിലിന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ തന്നെ കരിവേപ്പില വലിച്ചു ചാടുന്ന പോലെ ചാടും. ഞാൻ ചോദിക്കട്ടെ, എന്ത് നിങ്ങൾ തൂങ്ങിപ്പിടിച്ചിരിക്കണം? നിങ്ങൾ ഈ തിന്മക്കെതിരെ ശക്തമായി പ്രതികരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ കാപട്യം. അലി ജുമുഅ അതുപോലെ തന്നെ ഉമർ കാമിലൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്ന ആ സമയത്ത് ഈ അഹമ്മദ് ഖസ്റജി ഈ ഷഅർ കൈമാറിയതിന് ശേഷം ഇവർ പറഞ്ഞെന്താ? ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ ഇല്ലേ പറഞ്ഞിട്ടില്ലേ? ലോകപ്രശസ്തരായ ഉമർ കാമിലിയും
അതുപോലെ തന്നെ അലി ജുമുഅയുടെയും സാന്നിധ്യത്തിൽ കൊടുത്തു. ഇവർ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ മനുഷ്യന്മാരോട് നിങ്ങൾ മനസ്സിലാക്കണം, ആ പറഞ്ഞ മനുഷ്യന്മാരോട് പറഞ്ഞു, എല്ലാം ഉമർ കാമിലി പറയുന്നുണ്ടല്ലോ ഉസ്താദെ അതിന് നേല് നോക്കണമെന്ന്, അലി ജുമുഅ പറയുന്നുണ്ടല്ലോ ഉസ്താദെ നേല് നോക്കണമെന്ന്. അന്നേരം സുബ്ഹാനല്ലാഹ് മറുപടി കേൾക്കണം, നിങ്ങൾക്ക് ഉമർ കാമിലി പറഞ്ഞ ദീനിന് തെളിവാ? എന്നോട് നേരിട്ട് ചോദിച്ചതാ, ഞാൻ മൂപ്പരെ പേര് ഞാനിപ്പോ പറയുന്നില്ല, അടക്കട്ടെ. ഉമർ കാമിലി പറഞ്ഞ ദീന് തെളിവാ? അലി ജുമുഅ പറഞ്ഞാൽ ദീന് തെളിവാ? നിങ്ങൾ മനസ്സിലാക്കണം, അവർ ഇരുന്ന സദസ്സെന്നാണ് ഇത് കൊടുത്തത്, അതുകൊണ്ട് ഒറിജിനൽ എന്ന് പറഞ്ഞ കമ്പനി. ലോക പണ്ഡിതന്മാർ ഇരിക്കുന്ന അവരുടെ മുമ്പെന്നാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത് സഹീഹാണെന്ന് വാദിച്ച കമ്പനി നിങ്ങളോട് ചോദിക്കുന്നു, അലി ജുമുഅ അതുപോലെ തന്നെ ഉമർ കാമിലി ഇവരൊക്കെയും ഷഹർ മുബാറക്കിന് വില്ലുണ്ടോ വേലുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പച്ചയായി പറഞ്ഞു. നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചൂടാ? സങ്കടമുണ്ട്. കാരണം സുന്നി പറഞ്ഞ് ഇവിടെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ അറിയാം, കാര്യങ്ങൾ അറിയാം. നബി തങ്ങളെ എതിർത്തുന്ന ഒരു കമ്പനിയാണ് കേരളത്തിലെ വഹാബികൾ, തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ പുണ്യ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോകും. ഇന്നല്ലാഹ ഹറമ അലല്ലാഹി അജ്സാദൽ അൻബിയാ എന്ന ലോകത്ത് ഒരു മുസ്ലിമും വിശ്വസിക്കാത്ത വിശ്വാസം, അത് പ്രബോധനം മാസികയിലൂടെ, പ്രബോധനം വാരികയിലൂടെ അവർ പരസ്യമായി എഴുതിയ കമ്പനിയാണ് ജമാഅത്ത് ഇസ്ലാമി. പക്ഷേ ഇവിടെ സുന്നി എന്ന് പറയുന്ന ഒരു കക്ഷി, ഞാൻ ഖേദത്തോട് പറയാ, എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാ സുഹൃത്തെ, നബി തങ്ങളുടെ ഷഹർ മുബാറക്കിന് നേലുണ്ടാവോ ഇല്ലയോ? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മറുപടി പറയുന്നില്ല. നബി തങ്ങളുടെ ഷഹർ മുബാറക്കിന് നേലുണ്ടോ ഉണ്ടാവോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോഴും പറയാം, ഞാൻ സാധാരണക്കാരനാണ്, അതുകൊണ്ടെന്താ? നബി തങ്ങളുടെ ഷഹർ മുബാറക്കിന് നേലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധം അതപ്പതിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട്? കയ്യിലുള്ള ജാലിയവാട എന്ന് പറയുന്ന മനുഷ്യന്റെ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി, ഈ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടി, ഇതൊക്കെ ഇപ്പൊ എന്തായി? റസൂലുള്ളാഹിയുടെ ഖുസൂസിയാത്തുകൾ, പ്രത്യേകതകൾ, ലോകത്ത് പണ്ഡിതന്മാര് പഠിപ്പിച്ച പ്രത്യേകതകളൊക്കെ വലിച്ചു ചാടിയിട്ട്, ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഇവരിതുവരെ പറഞ്ഞു, നിങ്ങളാണ് കേട്ടോ, മർക്കസിലുള്ള മുടിക്ക് ആക്ച്വലി ശരിക്കും നേലുണ്ടോ ഇല്ലയോ? എന്താ എന്താ ഒന്ന് പറയണ്ടേ? ഇവര് മേലുണ്ട് എന്ന് പറയുന്നില്ല, ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചു സഹോദരന്മാരെ? ഇവര് മുടിക്ക് മേലുണ്ട് എന്നും പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല, ഇല്ലേ? എന്നൊന്ന് പറയട്ടെ, എന്നെങ്കിൽ മുടിക്ക് മേലുണ്ട് എന്ന് പറയാം, അത് ഇവര് പറയില്ല. കാരണം ഇവർക്ക് തന്നെ അറിയാം, അത് മുടിക്ക് മേലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇത് പോയി, അഡ്രസ് ഉണ്ടാവില്ല പറയും. എന്നാ പിന്നെ മേലില്ലാന്നോ? മേലില്ല എന്ന് പറയാൻ തയ്യാറില്ല. ഏറ്റവും വലിയ രസമോ ഈ പ്രാവശ്യമോ അത് ജനുവരി 6 പുറത്തെടുത്ത് വെച്ചല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഈ മുടികൾ ഇവരെടുത്തു വെച്ചിട്ട് വലിയൊരു എക്വേറിയം പോലത്തെ വലിയൊരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ? ഒരു ചതുരത്തിലുള്ള വലിയ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തു. എന്തിനാണ് മനസ്സിലായത് നിങ്ങൾക്ക്? അടുത്തൂടെ പോകുന്ന വല്ലനും ഇനിയിപ്പോ അതിന് നേരിട്ടു എന്നൊക്കെ കണ്ടുപോയിട്ടുണ്ട്. സുബ്ഹാനുള്ള കുടുങ്ങിയില്ലേ? എന്റെ സുഹൃത്ത് അസീസ് പി ഷാഹിദ് പറഞ്ഞു, ജിഷാനെ അടുത്ത കൊല്ലം ചിലപ്പോൾ ബിൽഡിങ്ങിന്റെ മേലെ വെക്കലുണ്ടാകുന്നത്. ഞാൻ കുറെ ചിരിച്ച കേട്ടിട്ട്, ബിൽഡിങ്ങിന്റെ മേലെ എടുത്തു വെക്കും, കാരണം നേരുണ്ടോ ഇല്ലെന്ന് കണ്ടുപോയ പിന്നെ കുടുങ്ങിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ചെറിയ സാധനം വെക്കാന് ഇത്രയും വലിയൊരു പെട്ടി വെക്കണോ? എന്റെ സാരി സഖാഫി, അങ്ങക്ക് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം കഴുത എന്ന വാചകത്തിന് ഇത്രയും വ്യാപകാർത്ഥം ഉണ്ട് എന്ന് താങ്കളാണ് എന്നെ പഠിപ്പിച്ചത്. കഴുത എന്ന വാചകത്തിന് ഇത്രയും വ്യാപകമായ അർത്ഥം ഉണ്ടെന്ന് നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ക്രെഡിറ്റും, നിങ്ങളൊരു സംഭവമാണ് ആ വിഷയത്തിൽ. സാരി സഖാഫി എന്നോടിപ്പം ചോദിച്ചു, എനിക്കൊരു കുറവില്ല. മൂപ്പൻ എന്നോട് ഒരു ഫേസ്ബുക്കിലൂടെ ചോദിച്ചു, എടാ കഴുതേ, മൂപ്പൻ എന്നെ ഇങ്ങനെ വിളിച്ച ഇങ്ങനെ തന്നെ, എനിക്ക് സന്തോഷമുള്ളൂ. എടാ കഴുതേ, ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, നീ പറഞ്ഞാലൊന്നും ആ കഴുതകൾ വിശ്വസിക്കുകയില്ല എന്ന്. ഇങ്ങനെ തന്നെയല്ലേ വിളിച്ച? എടാ കഴുതേ, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ, നീ പറഞ്ഞതുകൊണ്ടൊന്നും ആ കഴുതകൾ വിശ്വസിക്കൂല. എന്താ ചെയ്യ? ഞാൻ ഒന്ന് മാത്രം അവസാനം ഒരു വാക്ക് കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു SMS, പുതിയൊരു SMS ആണ്.
അത് ഞാൻ വായിച്ചുതരാം. ഞാൻ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്ലാസ് റൂമിൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു, തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫിക്ക് അന്ന് ഈ സുലൈമാൻ ഉസ്താദിന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച സമയത്ത് ജിഷാൻ ബോംബെയിൽ പോയി എന്നും ജിഷാന് മുടികൾ കിട്ടിയെന്നും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അടുത്ത് പോയി എന്നും വ്യക്തമായി അന്ന് തോട്ടുമുക്കം സഖാഫിക്ക് ഇൻഫർമേഷൻ കൈമാറിയത് അത് സാക്ഷാൽ നൌഷാദ് ഹസനി ത്രൂ ആണ് എന്ന് പറഞ്ഞു. ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കേട്ടപ്പോൾ ഏതായാലും മാഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് KCR എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ നൌഷാദ് ഹസനി പിറ്റേന്ന് എനിക്കൊരു SMS ഞാൻ വായിച്ചുതരാം. മൂപ്പർക്ക് ഇപ്പൊ എന്നെ വിളിക്കാൻ വലിയ പേടിയാണ്. കുഴപ്പമില്ല, മൂപ്പർക്ക് വിളിക്കാൻ പേടിയായതിന്റെ ഒരു പുതിയ SMS. ഞാൻ SMS വായിക്കാണ്. നിങ്ങളുടെ ഇന്നലത്തെ പ്രഭാഷണത്തിൽ ഞാൻ തോട്ടുമുഖത്തിനു പറഞ്ഞു കൊടുത്തത് എന്നു പറയുന്നതായി കേട്ടു. ശരിക്കും കേൾക്കണേ. അതായത് എന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ ഞാൻ തോട്ടുമുഖത്തിന് പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് അള്ളാഹു സാക്ഷി, എന്നിട്ട് ഒരു 4-5 കുത്ത്. ഞാൻ അത് ചെയ്തിട്ടില്ല. ശരിക്കും കേട്ടോണേ. അള്ളാഹു സാക്ഷി, ഞാൻ അത് ചെയ്തിട്ടില്ല. അയാളുമായി അന്ന് എനിക്ക് ഒരു ബന്ധവും ഇല്ലായിരുന്നു. എന്റെ മാന്യ സഹോദരന്മാരെ അടിവരട്ടോ, അദ്ദേഹവുമായി അന്ന് എനിക്ക് ഒരു ബന്ധമുണ്ടായിരുന്നില്ല. അപ്പൊ എന്നോ ബന്ധം ഉണ്ട് എന്ന് അർത്ഥമില്ലേ? അങ്ങനെ അല്ലേ? അതിന്റെ എങ്ങോട്ടേക്കാണ് വെമീർ മടങ്ങുന്നത്? അന്ന് ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോ എന്നൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ബന്ധം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ മഅ്ശറിയിലും പറയും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, മൂപ്പര് മഅ്ശറൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചോ. മൂപ്പര് മഅ്ശറൊക്കെ പറഞ്ഞ് എന്നെ ആകെ ബേജാറാക്കി. ഇത് ഞാൻ മഅ്ശറിയിലും പറയും. തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് മെസ്സേജ്. തിരുത്തുമെന്ന് പറയുന്നു മൂപ്പര് മെസ്സേജ്. അപ്പൊ ഞാൻ മൂപ്പർക്ക് ഒരു മെസ്സേജ് അയച്ചു. രാമൻ നെല്ലി ഉറപ്പിച്ച് പറഞ്ഞൊരു വിഷയമാണ്. ഇനി പിന്നെ ഇസ്മായിൽ സഖാഫിനോട് നിങ്ങളല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കൊള്ളാം. അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളാം. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ 2 ആളുള്ള ഒരു സ്ഥലത്ത്, ശരിക്കും കേൾക്കണേ, 2 ആളുള്ള സ്ഥലത്ത് ഒരു മോഷണം നടന്നു. പോലീസുകാരെ വന്നാൽ 3 നമുക്ക് കൺഫ്യൂഷനാവും ആരാന്നല്ല. 2 പേര് മാത്രം ഉള്ള സ്ഥലത്താണ് ഒരു മോഷണം നടന്നിട്ടുള്ളെങ്കിൽ നമ്മൾ കട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പല്ലേ ആരാ കട്ടേന്ന്? ഇല്ലേ? അത് കഴുതകളായാലും മനസ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പറഞ്ഞ ഉസൂല് 2 പേര് മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു മോഷണം നടന്നാൽ നമ്മൾ കട്ടിട്ടില്ലേ നമുക്ക് ഉറപ്പല്ലേ ആ കട്ട മറ്റവനാണ്? എന്നാൽ ഞാൻ ഈ പറയുന്ന നൌഷാദ് ഹസനിയോട് ചോദിക്കുന്നു, കോഴിക്കോട് ഗുജറാത്തി ഹാളിൽ നടന്ന പരിപാടിയിൽ വെച്ച് SKSSF അന്ന് എന്റെ ഒരു CD അവിടെ പ്രദർശിപ്പിച്ചു. ആ CD പ്രദർശിപ്പിച്ചപ്പോ നിങ്ങൾ മലബാർ ഇസ്ലാമിക് റൂം എന്ന് പറയുന്ന KMICR വന്നിട്ട് നിങ്ങൾ പച്ചയായി അള്ളാഹുവിനെ സാക്ഷി നിർത്തി കളവ് പറഞ്ഞ ആളല്ലേ? നിങ്ങൾ അങ്ങനത്തെ പ്രസംഗം കേട്ട ആളല്ലേ? നിങ്ങൾ കേട്ടില്ലേ? സഹോദരന്മാരെ, ഞാൻ നിരപരാധിയാണ്, ജിഷാൻ മുനാഫിക്കാണ്, അവനാണ് SKSSFന് CD കൈമാറിയത് എന്ന് പച്ചനോണ നിങ്ങൾ കേട്ടല്ലേ? ഞാൻ അസനിക്ക് മെസ്സേജ് അയച്ചു. അസനി, നിങ്ങൾ മഅ്ശറിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അന്ന് SKSSFന് ഈ CD കൈമാറിയതിൽ നിങ്ങളല്ലേ? അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മൂപ്പർക്ക് അതിനെപ്പറ്റി ഒരു അക്ഷരം ഉണ്ടാൻ പറ്റിയിട്ടില്ല. എന്നാ പറയട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ വിഷയം ഈ പറയുന്ന പേരോട് റഹ്മാൻ സഖാഫിയോട് പറയുന്നു, ഈ മുടിക്ക് വേണ്ടി ഏറ്റവും അധികം സംസാരിച്ച നൌഷാദ് ഹസനി ഇതാ വീണ് കിടക്കുന്നു ധരണിയിൽ. നിങ്ങൾക്ക് മുടിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഏത് സമയം ഓടി നടന്നിരുന്ന മുഹമ്മദ് രാമന്തള്ളി അതാ കിടക്കുന്നു, പരസ്യമായി തള്ളിയില്ലേ? എനിക്ക് ഖേദം, ഒറ്റ വാക്കുകൂടി പറഞ്ഞോട്ടെ. ഞാൻ ഒരു കോഴിയടയുടെ കഥ ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. ഞാൻ ഒരുപാട് ദീർഘിച്ചു. ഒരു കോഴിയടയുടെ കഥയും കൂടി ഞാൻ പറഞ്ഞു നിർത്തുക. കോഴിയട
എന്താ കോഴിയട? എന്റെ ഒരു സുഹൃത്ത്, മാന്യ സുഹൃത്ത്, ഇത് നമ്മൾ ഇമാമിങ്ങളെ കിതാബെന്ന് വായിക്കുന്ന പോലെ വായിച്ചാൽ മതി. കാരണം ഇതിന് സെനദുണ്ടോ എന്ന് വെച്ചാൽ സെനദ് ഹാജരാക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണ്. കാരണം സെനദ് ഒക്കെ ഈ സെനദിൽ പറയുന്ന പിന്നെ റിജാലുകളൊക്കെ മറുഭാഗത്തല്ലേ. അതുകൊണ്ട് ഒരു തള്ളിപ്പറഞ്ഞ് നമുക്ക് തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും ഞാൻ പറയാം. എന്താ കോഴിക്കഥ? എന്റെ ഒരു സുഹൃത്ത് കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാക്കിയ കുറച്ച് കോഴിയടയില്ലേ, കോഴിയട അറിയില്ല നിങ്ങൾക്ക്? നിങ്ങളാ മലപ്പുറത്തൊക്കെ കോഴിയടാന്ന് തന്നെ പറയാം, എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കോഴിയടാന്ന് പറയും. ഈ കോഴിയട എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാക്കിയിട്ട് സിറാജുൽ ഹുദയിൽ കൊണ്ടുപോയി. ഇത് ഇല്ല, ഇവർക്ക് നെഞ്ഞത്ത് കൈവച്ചിട്ട് അള്ളാഹിനെ സാക്ഷി നിർത്തിയിട്ട് കള്ളം പറയണം. നിങ്ങൾക്ക് എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? അങ്ങനെ കള്ളം പറയാൻ? അള്ളാഹിനെ സാക്ഷി നിർത്തിയിട്ട് എന്ന് കള്ളം പറയാൻ നമുക്കിന്ന് കാണണമല്ലോ. എന്നിട്ട് ഞാൻ ചുരുക്കി പറയട്ടെ. അങ്ങനെ കോഴിയട പോയിട്ട് മൂപ്പര് സിറാജുൽ ഹുദയിലുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സ്ഥാപനത്തിൽ പഠിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്ന സയ്യിദ് സഖാഫിക്ക് കൊടുത്തു. അപ്പൊ ഉസ്താദ് ഇല്ലേന്ന് വെച്ചു. നല്ല രസാ. അപ്പൊ ഉസ്താദ് ഇത് പറയാൻ കാരണം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ സൂക്ഷ്മത എന്നോട് അദ്ദേഹം പറഞ്ഞതാ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ സൂക്ഷ്മത അദ്ദേഹം ഈ മുടി വിഷയത്തിന് വിട്ടോ, പറയാൻ വിട്ട്. അദ്ദേഹവും ഈ മുടി വിഷയത്തിൽ അദ്ദേഹം വിട്ടിട്ടുണ്ട്. അതിന്റെ പിന്നെ സാന്ദർഭികമായിട്ട് ഞാൻ കൂടെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കോഴിയടയുമായി സിറാജുൽ ഹുദയിൽ പോയിട്ട് ചോദിച്ചു, ഉസ്താദ് ഇല്ലേ എന്ന് വെച്ചു. അപ്പം പറഞ്ഞു, ഉസ്താദ് ഇല്ല, ഉസ്താദ് പുറത്തല്ലേന്നോ. അങ്ങനെ സയ്യിദ് സഖാഫി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ മകനാകുന്ന മുഹമ്മദിന്റെ കയ്യിൽ ഈ കോഴിയട ഉസ്താദിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. ശരിക്കും കേൾക്കണേ. അങ്ങനെ വീട്ടിലേക്ക് കൊടുത്തയച്ച് എവിടുന്നോ യാത്ര കഴിഞ്ഞിട്ട് പിന്നെ സിറാജുൽ ഹുദയിലേക്ക് വരുന്ന വരവിൽ പേരോട് ഉസ്താദ് എവിടെ കയറി? സ്വന്തം വീട്ടിൽ കയറി. വീട്ടിൽ കയറിയ സമയത്ത് ഭാര്യ ഈ കോഴിയട എടുത്തു വെച്ചെടുത്തു. ആർക്കും തിരിയാതായി പോരാ, ഈ കഥ ആർക്കും തിരിയാതായി പോയത്. അങ്ങനെ പേരോട് ഉസ്താദിന്റെ പിന്നെ ഭാര്യ ഈ കോഴിയട ഉസ്താദിന് എടുത്തു കൊടുത്തു. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഇത് വരുന്ന കോഴിയടാന്ന് ചോദിച്ചു. അപ്പോ ഭാര്യ പറഞ്ഞു, മുഹമ്മദ് കൊണ്ടാന്നേ പറഞ്ഞു. ഉസ്താദിന്റെ ഭാര്യയ്ക്ക് അതിൽ കൂടുതൽ അറിയില്ലല്ലോ, കാരണം മുഹമ്മദ് കൊണ്ടുവന്ന കോഴിയടയല്ലേ. അങ്ങനെ ആരാ റിപ്പോർട്ട് ചെയ്തതെന്നൊന്നും ചോദിക്കണ്ട, അതെല്ലാം അടക്കട്ടെ. അപ്പൊ ഈ സംഭവം അറിയുന്ന മണക്കുന്ന ചില ആളുകൾ ക്ലാസ് റൂമിൽ ഉണ്ടെന്ന് മനസ്സിലായി. ഏതായാലും നല്ലതന്നെ, അൽഹംദുലില്ലാ. അപ്പൊ ഒരു സെനദായല്ലോ. അപ്പൊ പറയുന്ന വിഷയത്തിൽ സെനദ് കുറച്ചൊക്കെ ആകുന്നുണ്ടല്ലോ. ആരാ എനിക്ക് റിപ്പോർട്ട് ചെയ്തതെന്ന് ഞാനിപ്പോ പറയുന്നില്ല, ഇരിക്കട്ടെ. ഏതായാലും സംഗതി സ്വഹീഹാണ്. അങ്ങനെ പേരോട് ഉസ്താദിന്റെ ഭാര്യ പറഞ്ഞു, ഇത് മുഹമ്മദ് കൊണ്ടാന്നേന്നോ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും എവിടെന്നെങ്കിലും കൊണ്ടുവന്നെന്നോ അങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് തിന്നരുത് എന്നോർന്നു. നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും എവിടെന്നെങ്കിലും കൊണ്ടുവന്നത് പെട്ടെന്ന് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പേരോട് ഉസ്താദ് ഭക്ഷണം കഴിക്കാതെ എന്ത് ചെയ്തു? നേരെ സിറാജുൽ ഹുദയിലേക്ക് വന്നപ്പോ കോഴിയട കൊണ്ടുവന്ന ആള് അവിടെ തന്നെ സിറാജുൽ ഹുദയിൽ തന്നെ ഉണ്ട്. അങ്ങനെ മുഹമ്മദ് അവിടെ തിരിച്ചെത്തിയിരുന്നു. അപ്പൊ മുഹമ്മദിനോട് ഉസ്താദ് ചോദിച്ച്, എല്ലാവരും എനിക്ക് വരുന്ന കോഴിയട കിട്ടിയത്. അപ്പൊ മുഹമ്മദ് പറഞ്ഞ്, അത് സയ്യിദ് സഖാഫി തന്നെയാണോ. അപ്പൊ സയ്യിദ് സഖാഫിനോട് ചോദിച്ച്, എല്ലാ സയ്യിദ് സഖാഫി ഇതെടുന്ന കോഴിയടാന്ന് വെച്ചു. അപ്പൊ കോഴിയട കൊണ്ടാന്ന ആളെ സയ്യിദ് സഖാഫി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പോ ഉസ്താദിന് നല്ല വലിയൊരാളാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം പേര് പുറത്ത് പിന്നെ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉസ്താദ് അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഷാ അല്ലാഹ്, ഇത് നിങ്ങൾ കൊണ്ടാണ് കോഴിയടയാണെങ്കിൽ ഞാൻ പറയണ്ടേ. അന്നേരം തന്നെ മൊബൈലിൽ ഉസ്താദ് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ്, ഇതാ കോഴിയട തിന്നട്ടോ, അത് നമ്മളെ സ്വന്തം ആള് കൊണ്ടാന്നാണ്. അത് നമ്മളെ സ്വന്തം ആള് കൊണ്ടുവന്നതാണ്. ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ ബഹുമാന്യനായ പേരോട് ഉസ്താദിനോട്, ഈ കോഴിയടക്ക് കാണിച്ച ഒരു സൂക്ഷ്മതയെങ്കിലും ലോകത്തിന്റെ നേതാവായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കിന്റെ വിഷയത്തിൽ ഉസ്താദ് കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ഹൃദയം നിറഞ്ഞ ഒരാശ കൊണ്ട് ചോദിച്ചു പോവാം. ഈ കോഴിയടയുടെ വിഷയത്തിൽ നിഷേധിക്കാൻ പറ്റുമോ? ബഹുമാന്യനായ പേരോട് ഉസ്താദ് ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ പോയ കോഴി തിന്നൂല. വിളിച്ചോ, എന്നെ തെറി വിളിച്ചോ സഹോദര. നാളെ മരിക്കുന്ന സമയത്ത് ഖബറിൽ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ.
ഉസ്താദ് ഇപ്പോഴും ഗൾഫിൽ പോയാൽ കോഴിയിറച്ചൊന്നുമില്ല. എന്താ കാരണം? എങ്ങനെ അർത്ഥമെന്ന് മനസ്സിലാവായിട്ടേ. എങ്ങനെ അർത്ഥമെന്ന് മനസ്സിലാവായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ 100-1 സൂക്ഷ്മത മഹാനായ നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ഇത്രയും വലിയൊരു പടുകുഴിയിൽ വീഴുമായിരുന്നോ? മറുപടി പറയാം. ഒരു കോഴിയടക്കുന്ന വില കൂടിയില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിന്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? വേദന കൊണ്ട് പറഞ്ഞു പോവാണ്. എന്നിട്ട് നമ്മളെ വഞ്ചകൻ വിളിച്ചോ, നിങ്ങൾ വിളിച്ചോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ സ്വപ്നത്തിന്റെ കഥകൾ പറഞ്ഞിട്ട് അതുപോലെ തന്നെ മറ്റുള്ള കഥകൾ പറഞ്ഞിട്ട് ഇവിടെ ആരും വലിയ ആളാവാൻ നോക്കണ്ട. സ്വപ്നകഥകൾ കൊണ്ട് ഇവിടെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വപ്നകഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞുപോയ മഹാന്മാര്, മുമ്പൊരു വലിയ വലിയ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പ്രമുഖനായ ആരാ? ഇമാം നവവി റഹിമഹുല്ലാ. ആ ഇമാം നവവി റഹിമഹുല്ലാന്റെ ചരിത്രം എന്താ സഹോദരന്മാരെ? അബുൽ കാസിമുൽ ബുസ്സി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഒരു മഹാനായ വ്യക്തി, അതാ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ തങ്ങളെ കാണുന്നു. എപ്പാ കാണണേ? സ്വപ്നത്തിൽ കാണുക. സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് ഔലിയാക്കന്മാരിങ്ങനെ കൂടി നിന്നിരിക്കുക. അപ്പൊ ആ ഔലിയാക്കന്മാരുടെ സദസ്സിൽ വെച്ച് ഒരാള്, ആ മറ്റുള്ള ഔലിയാക്കന്മാരൊക്കെ ഒരാളെ ഇങ്ങനെ കിരീടം വെക്കുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുക. അപ്പൊ മഹാനായ അബുൽ കാസിമുൽ ബുസ്സി തങ്ങൾ ഈ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി ചോദിച്ചു നോക്കുന്നു, എന്താ അവിടെ ഒരു ആൾക്കൂട്ടം, ഒരുപാട് ദഫൊക്കെ മുട്ടിയിട്ട് ഒരു വലിയ ആഘോഷ പരിപാടി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആഘോഷ പരിപാടി നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് അവിടെയുള്ള ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾ മറുപടി കൊടുത്തു, അത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിനെ ഔലിയാക്കന്മാരുടെ ഖുതുബായി തെരഞ്ഞെടുത്ത ദിവസമാണിന്ന്. അങ്ങനെ സ്വപ്നം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് മഹാനായ അബുൽ കാസിമുൽ ബുസ്സി റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുന്നു, ഈ ഡമസ്കസിൽ ഇത്രയും വലിയൊരു മഹാനുണ്ടായിട്ട് എനിക്കൊന്ന് നേരിട്ട് പോയിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മഹാനായ ഇമാം നവവി തങ്ങളെ ഒന്ന് നേരിട്ട് പോയി കാണുമെന്ന് മനസ്സിലാക്കിയിട്ട് അതാ മദ്രസത്തുൽ അശ്റഫിയയിൽ മഹാനായ ഇമാം നവവി തങ്ങളെ കാണാൻ വേണ്ടി ഈ പറയുന്ന അബുൽ കാസിമുൽ ബുസ്സി തങ്ങൾ നേരിട്ട് പോകുന്നു. ആ സമയത്ത് അതാ നൂറുകണക്കിന് ശിഷ്യന്മാർക്ക് കിതാബ് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഇമാം നവവി റഹിമഹുല്ലാഹ് അതാ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഈ പറയുന്ന അബുൽ കാസിമുൽ ബുസ്സിയുടെ തോളത്ത് തട്ടിയിട്ട് പറയാണ്, ഓ അബുൽ കാസിമുൽ ബുസ്സി, നിങ്ങൾ ഇന്നലെ സ്വപ്നം കണ്ടില്ലേ എന്റെ ഔലിയാക്കന്മാരുടെ നേതാവായിട്ട് എന്നെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടില്ലേ? നിങ്ങൾ ഇതാരോടും പറയരുത് കേട്ടോ. കണ്ടില്ലേ? അതാണ് ഔലിയാക്കന്മാര്. നിങ്ങൾ ഇതാരോടും പറയരുത് കേട്ടോ. ഇവിടെ നടക്കുന്നത് എന്താ? ടിക്കറ്റിന്റെ കഥ. സുബ്ഹാന ജല്ല ജലാലുഹു. എന്താ ടിക്കറ്റിന്റെ കഥ? ടിക്കറ്റ് വിതരണം നടത്തുന്ന കഥ. അതുപോലെ തന്നെ സ്വപ്നം കണ്ടു എന്ന് സ്വപ്നം പറയുന്ന സ്വപ്നത്തിലെ കഥ. സ്വപ്നം കൊണ്ടൊരു കളി തന്നാക്കില്ല ഇവരുടെ ഔലിയാക്കന്മാരുടെ മധു പറയാൻ ഇവർക്ക് നേരമുണ്ടോ? ആരാണ് ഇമാം നവവി? അവരൊക്കെ ജീവിതം ഞാൻ ചോദിക്കട്ടെ, മഹാൻ എന്ന് 1000 വട്ടം പറയുന്നു. ആരാണോ ഇമാം നവവി തങ്ങള്? ആ നവവി ഇമാമിന്റെ ചരിത്രം പറയാൻ ഇന്നൊരുത്തനെയും കാണുന്നില്ല. ഇന്ന് ഈ കൂലിപ്രഭാഷകന്മാർക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ശൈഖുനമാരുടെ മധുകൾ ഇങ്ങനെ പറയുകയല്ലാതെ ഇമാമിങ്ങളുടെ മധു പറയാൻ ഇപ്പൊ ഒറ്റൊരുത്തനെ കാണുന്നില്ല. വേദന കൊണ്ട് ചോദിക്കുക. എന്നിട്ട് എന്ത് പറയുമ്പോൾ ചോദിക്കൂ, ഉസ്താദുമാർക്ക് തിരിയില്ല, നാടന്മാർക്ക് തിരിയില്ല. ഞാൻ ഒറ്റ ഒരു കാര്യം ഞാൻ തിരിയുന്ന ഈ കഴുതകളല്ലാത്തവരോട് മാത്രം ചോദിക്കാം. ഈ സുന്നി മുജാഹിദും സുഹൃത്തുക്കളെ, സുന്നി മുജാഹിദും ഏതാണ് പേച്ചത്, ഏതാണ് സത്യപ്രസ്ഥാനം? സുഹൃത്തുക്കൾ നരിച്ചേ, സുന്നി മുജാഹിദ് ഏതാ? സാധാരണ ഈ എന്നെപ്പോലുള്ള നാടന്മാർക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഏതാണ് സത്യപ്രസ്ഥാനം? സുന്നി മുജാഹിദ്. അതിൽ തർക്കമുണ്ടോ? നമുക്കെങ്ങനെ മനസ്സിലായി സുന്നിയാണ് സത്യപ്രസ്ഥാനം? നമ്മളൊക്കെ കിതാബ് ഓതിയിട്ട് തുഹ്ഫയും മുഗ്നിയും നിഹായിയും അതുപോലെ തന്നെ ഇബ്നു കസീറും പിന്നെ ഇബ്നു മാജയും അബൂദാവൂദും തിർമുദിയും പിന്നെ നസായിയും ഒക്കെ ഓതിയിട്ടാണ് നമ്മൾ സുന്നി ഹക്കാണെന്ന് മനസ്സിലാക്കിയത്? അല്ല. അത് എങ്ങനെ മനസ്സിലാക്കി? അതായത് തെളിവുകൾ. നമ്മുടെ പണ്ഡിതന്മാർ വിഷയം പറയുന്ന സമയത്ത് വൈരുദ്ധ്യമില്ല, ആദർശം പറയുന്ന സമയത്ത് നമ്മൾ ചൂളിപ്പോകുന്നില്ല. അത് കേൾക്കുന്ന നമുക്ക് മനസ്സിലാവില്ലേ ഏതാ സത്യം? അത് ഏതാണെന്ന് സത്യം നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതുപോലെ തന്നെ
ഈ മുടിയുടെ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ, സാ എന്ന് പറയുന്ന സമയത്ത് സാധനത്തിന് നീ സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് പണ്ട് ഏൽപ്പിക്കാരുടെ സമ്പാദത്തിനുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സമ്പാദത്തിന് വേണ്ടി കെട്ടും പിന്നെ കോഴി കൊടുത്ത് നടന്നിരുന്ന ഒരു സംഘടന എന്തേ ഈ മുടി വിഷയത്തിൽ ഒരു സംവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുമ്പോ സമയത്ത് ഇന്ന് ഒളിച്ചോടുന്ന ഒരു ഗതികേടിലേക്ക് നിങ്ങളുടെ പ്രസ്ഥാനം എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വെറുതെ കൊണ്ടുപോകുന്നുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജാലിയവാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി, ഇമ്രാൻ ജാലിയവാലയങ്ങൾ മാറ്റി നിർത്തി. 3 മുടികൾ തന്ന ജാലിയവാലയങ്ങൾ വലിച്ചെറിഞ്ഞു. ഒരു മുടി തന്ന ഈ പറയുന്ന അഹമ്മദിനെ നിങ്ങൾ പൊക്കിവെച്ചു. എന്താണ് വ്യത്യാസം? പറയണം വ്യത്യാസം സമൂഹത്തോട്. എന്റെ പിന്നെ STVയിലുള്ള കേൾവിക്കാരൻ വ്യക്തമായി തള്ളിയ ഒരു വിഷയം ഇന്ന് പേരോട് അംഗീകരിക്കുന്നതിനെ പറ്റി എന്താ മറുപടി പറഞ്ഞത്? അതിനൊന്നും മറുപടി ഉണ്ടാവില്ല. ഇതാ യോഗത്തിൽ അമീർ ഭായി അല്ലെങ്കിൽ നൂറുദ്ദീൻ തങ്ങളെ എന്താ STVന്ന് മറുപടി കിട്ടി? നിങ്ങൾക്ക് കേൾവിക്കാരന്റെ മറുപടി കിട്ടി? എന്തും കിട്ടിയില്ല. എന്താ മറുപടി? ഓരോരുത്തരും പോയി ചോദിക്കണം. കേൾവിക്കാരൻ ശവം എന്ന് പറഞ്ഞ് തള്ളിയ സാധനമാണ് ഇപ്പോ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പേരോട് റഹ്മാൻ സഖാഫിയും ഇപ്പോ പിന്നെ നേർച്ചയാക്കിക്കോ സിയാറത്ത് ചെയ്തോ എന്ന് പറയുന്നത്. മറുപടി പറയണം. നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ താലൂക്ക് കമ്മിറ്റി, നിങ്ങളുടെ SYSന്റെ കമ്മിറ്റി ആ വിഷയം സുന്നി പണ്ഡിതന്മാരോ പ്രവർത്തകന്മാരോ അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളാണ് പറഞ്ഞത്. അതിനൊക്കെ മറുപടി ഉണ്ടേ പറയണം. ഏതായാലും സമയം ഒരുപാട് ദീർഘിച്ചുപോയി. ഏതായാലും ഒരാളും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മോശമാക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഹക്ക് ഹക്കായി വിജയിക്കും. ഇന്നൽ ബാത്തില കാന സഹൂക, അത് സത്യത്തിനൂടെ നിലനിൽപ്പുള്ളൂ. അല്ലാഹു ജല്ല ജലാലുഹു സത്യം എത്ര പ്രയാസത്തിലാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അത് ഇൻഷാ അല്ലാഹ് ഒരു നാൾ അത് പുലരുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് റബ്ബ് അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മുഴുവൻ പേരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.